السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون. إن عذاب ربهم غير مأمون. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. والذين هم لأماناتهم وعهدهم راعون. والذين هم بشهاداتهم قائمون. والذين هم على صلاتهم يحافظون. أولئك في جنات مكرمون. اللهم اجعلنا منهم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രഭാഷണത്തിൻ്റെ സമാപനമാണ് നാളെ. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ, ഇന്ന് നമ്മൾ ഓതിവെച്ച ആയത്ത് മുഴുവനും നമുക്ക് ചർച്ച ചെയ്യണം. എന്നാൽ നാളെ ഭംഗിയിൽ നമുക്ക് സമാപിക്കാൻ സാധിക്കും. കുറഞ്ഞ ആയത്തുകളെ ബാക്കി വരുള്ളൂ. അപ്പൊ ഇന്നത്തെ ഭാഗം അതൊരല്പം കൂടുതലുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒക്കെ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറുതായി വിശദീകരിക്കാം. വിശദീകരണം പിന്നീട് വിശദമായി പറയാം. ആദ്യം അതിൻ്റെ അർത്ഥം ഒന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ വിശദീകരണത്തിലേക്ക് പോകാം. അള്ളാഹു നരകത്തിൽ കടക്കുന്ന ജനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് ചിലർ ഒഴിവാണെന്ന് പറഞ്ഞു. ആ ഒഴിവാണെന്ന് പറഞ്ഞവർക്ക് അല്ലാഹു തആല പറഞ്ഞ ഗുണങ്ങൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ പറ്റി അല്ലാഹു പറഞ്ഞ ഗുണങ്ങൾ: ഒന്ന്, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നിസ്കാരത്തിന്റെ മേൽ നിത്യമാകുന്ന നിസ്കാരക്കാർ ഒഴികെ.
വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂമുൻ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ യാചിച്ചു വരുന്നവർക്കും അഭിമാനം കീപ്പ് ചെയ്ത് യാചിക്കാതിരിക്കുന്ന സാധുക്കൾക്കും ഒരു നിശ്ചിത പങ്ക് ഊഴം മാറ്റിവെക്കുന്ന ആളുകളും ഒഴികെ. നിസ്കരിക്കണം, സ്വതക്ക ചെയ്യണം. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. മൂന്നാമത്തെ കാര്യം പറയുന്നു, പ്രതിഫല നാള് കൊണ്ട് വിശ്വസിക്കുന്നവരായിരിക്കണം. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. പ്രതിഫല നാള് കൊണ്ട് സംശയമില്ലാതെ വിശ്വസിക്കുന്നവരും ഒഴികെ അവർക്കും സ്വർഗമുണ്ട്. എന്നാ സ്വർഗം ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്നല്ല പറയുന്നത്, ഈ ഗുണങ്ങളൊക്കെ വേണം, അപ്പോഴാണ് സ്വർഗം കിട്ടുക. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. 4 വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ കുറിച്ചോർത്ത് ഭയന്ന് വിറക്കുന്നവരാണവർ. പരലോകം വരാനുണ്ടല്ലോ എന്നുള്ള പേടി വിട്ടുമാറാത്തവരാണ് സ്വർഗക്കാർ. 4 ഗുണം കഴിഞ്ഞില്ല. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെടാൻ കാരണം? ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. കാരണം ഇന്ന അദാബ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ, തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ ഗൈറു മഅ്മൂൻ, പേടിക്കാതെ അത്രയങ്ങ് ധൈര്യപ്പെടാൻ പറ്റിയതല്ല. അത് കുറച്ച് കടുപ്പമുള്ളതാണ്. അത് പേടിക്കാതിരിക്കാൻ കഴിയില്ല. ഗൈറു മഅ്മൂൻ, അത് അത്ര നിർഭയമാവാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ അത് പേടിക്കാതിരിക്കാൻ വകുപ്പില്ല, പേടിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരായിരിക്കണം. അതിന് കാരണമാണ് അടുത്തത് പറഞ്ഞത്. ഇനി 5ാമത്തെ ഗുണം, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും അനാവശ്യങ്ങളൊന്നും പ്രവർത്തിക്കാത്തവരാണ്. വ്യഭിചാരത്തെ തൊട്ട് സ്വവർഗരതിയെ തൊട്ട് മറ്റു ലൈംഗിക വൈകൃതങ്ങളിൽ നിന്നൊക്കെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. 5 ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും. അവരുടെ ഭാര്യമാരുടെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെയും, അർത്ഥം പൂർണ്ണമായി ശരിയാവാൻ ഇണകൾ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലാ അലാ അസ്വാജിഹിം, ഇണകളുടെ മേലിലൊഴികെ അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. അത് അവരുടെ ഇണകൾക്ക് മാത്രമുള്ളതാണ്. ഔ മാ മലക്കത്ത് ഐമാനുഹും, അല്ലെങ്കിൽ അവരുടെ അടിമകൾക്കുള്ളതാണ്. അവരുടെ വലതു കരങ്ങൾ ഉടമപ്പെടുത്തി വച്ചിരിക്കുന്ന അടിമകൾ. അത് ഇന്ന് ചർച്ച ചെയ്യേണ്ടതില്ല. ഇന്ന് അടിമ വ്യവസ്ഥ നിലനിൽക്കാത്തത് കൊണ്ട്, അങ്ങനെ ഒരു അടിമ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കാത്തത് കൊണ്ട് അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. ഇന്ന് ആ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ചിന്തിക്കാൻ നമുക്ക് ലോകത്തില്ല എന്നർത്ഥം. ഔമാ മലക്കത്ത് ഐമാനുഹും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ തന്നെ ചെറിയൊരു കൂട്ടൽ കൂട്ടിക്കൊടുത്തത്, ചില ആളുകളൊക്കെ ഈ ആയത്ത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. ഈ ആയത്ത് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചു വരികയാണ്. വേലക്കാരികളെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഈ ആയത്തോതിയിട്ട്. ഔമാ മലക്കത്ത് ഐമാനുഹും. അത് ഇതല്ല. ഔമാ മലക്കത്ത് ഐമാനുഹും എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളെ പറ്റിയുള്ള കഥയാ പറയുന്നത്. ഉടമാവകാശത്തിൽ വന്ന അടിമ സ്ത്രീകളെയാണ്. അപ്പൊ ഏതാവട്ടെ, ഔമാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. സ്വന്തം ഇണകളിലും അള്ളാഹു അനുവദിച്ച അടിമകളിലും
ലൈംഗിക ദാഹം തീർക്കുന്നവർ ഫൈന്നഹും ഗൈറു മലൂമീൻ, അവരൊരിക്കലും ആക്ഷേപാർഹരല്ല. അവർ ആക്ഷേപാർഹരല്ല, അവരെ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, ഇതിന്റെ അപ്പുറത്ത്, ഇപ്പറഞ്ഞ രണ്ട് വിഷയങ്ങളുടെ അപ്പുറത്ത്, ഔദ്യോഗിക ഇണകളുടെയും അല്ലാഹ് ഹലാലാക്കിയ അടിമകളുടെയും അപ്പുറത്ത് ലൈംഗിക ദാഹം തീർക്കാൻ വല്ല മേച്ചിൽ പുറങ്ങളും ആരെങ്കിലും തേടിയാൽ, ഇതിന്റെ അപ്പുറത്തേക്ക് വല്ല മേച്ചിൽ പുറങ്ങളും ആരെങ്കിലും തേടിയാൽ, അവരെല്ലാ മര്യാദകളും ലംഘിച്ചവരാണ്. അവരെല്ലാ മര്യാദകളും നിയമങ്ങളും കാറ്റിൽ പറത്തിയവരാണ്. അവർ പരിധി വിട്ട് കടന്നവരാണ്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചവരാകുന്നു അവർ. ഇതൊക്കെ ഗുഹിക സ്ഥാനത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ്. അപ്പോ ഗുണങ്ങൾ എണ്ണുമ്പോൾ 5 ഗുഹിക സ്ഥാനത്തെ കാത്തു സൂക്ഷിക്കണം. ഇനി പറയുന്നു, വല്ലദീനഹും ലിയമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരെ വിശ്വസിച്ചേൽപ്പിച്ച സംഗതികളും അവർ ചെയ്തിട്ടുള്ള കരാറുകളും റാഊൻ, അത് കീപ്പ് ചെയ്യുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുമ്പോൾ ഇനി എവിടെയൊക്കെ എത്താന്ന് അറിയൂല. അതുകൊണ്ടാണ് ചുരുങ്ങിയ ഒറ്റവാക്കിലെങ്കിലും ഇതിന്റെ അർത്ഥം പറയുന്നത്. നമ്മളെ അമാനത്തായ ഒരു സാധനം ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വെച്ച് ചോദിക്കുമ്പോൾ അത് കൊടുക്കണം. പീഡിയ റൂം നടക്കാൻ വാങ്ങിയതാണ്, പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ മുതലാളി കയ്യിൽ ഒരു അധികാരമില്ല, ഒക്കെ ബെൻ്റെതായിന്. ഈ പണി മുഅ്മിനീങ്ങൾക്ക് പറ്റൂല. അമാനത്ത് കീപ്പ് ചെയ്യണം. വിശ്വസിച്ചേൽപ്പിച്ച സാധനം തിരിച്ചു കൊടുക്കണം. വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വഅഹദിഹിം, അവർ നടത്തുന്ന കരാറുകൾ അവർ പാലിക്കുന്നവരാണ്. കരാറ് ചെയ്താ പോരാ, കരാറ് പാലിക്കണം. കച്ചവടത്തിലാവട്ടെ മറ്റേർപ്പാടുകളിലാവട്ടെ എല്ലായിടത്തും കരാറ് പാലിക്കണം. വഅഹദിഹിം റാഊൻ, അപ്പൊ അമാനത്തുകളും കരാറുകളും പാലിക്കണം. 6 7 വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അവർ നിൽക്കേണ്ട സാക്ഷ്യം, അവർ വഹിക്കേണ്ട സാക്ഷ്യങ്ങൾ അതവർ വഹിക്കുന്നവരാണ്. സാക്ഷ്യം വഹിക്കേണ്ടിടത്ത് അത് വഹിക്കും, സാക്ഷ്യം വഹിക്കേണ്ടിടത്ത് വഹിക്കുന്നവരാണ്. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, നിസ്കാരത്തിന്റെ മേലിൽ കൃത്യമായി സൂക്ഷിച്ചു പോരുന്നവരാണ്. ഇവിടെ ഒരു ചെറിയ സംശയം. എന്ത്? നിസ്കാരത്തിന്റെ കാര്യം വീണ്ടും എന്തിനു പറഞ്ഞു? എന്തിനാണ് ഈ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത്? നിസ്കാരത്തിന്റെ മേൽ സൂക്ഷിക്കണമെന്ന് ഇന്നലെ പറഞ്ഞില്ലേ? അല്ലദീനഹും അലാ സ്വലാ ഇല്ലൽ മുസല്ലീന അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇതാണ് 1. 9ാമത്തത് തന്നെ. 8 ഗുണങ്ങളാ പറഞ്ഞത്, 9ാമത്തത് തന്നെ. ഇത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു വർത്താനുണ്ട്. അത് ഇന്നലെ പറഞ്ഞതിലേക്ക് തട്ടേണ്ടതാ, ഇന്നലെ പറയേണ്ടതായിരുന്നു. ഏത്? നിസ്കാരത്തിന്റെ പ്രാധാന്യമായി കാണിക്കുന്ന ഒലക്കൊക്കെ ചിറ്റിട്ടായിരിക്കണം. അവിടെയുണ്ട് ഇവിടെയുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലാണ്ട് പോകണോ ആദ്യം അവസാനവും നിസ്കാരം റെഡിയായിരിക്കണം. നിസ്കാരം റെഡിയായിരിക്കണം. ഒരു 10 കൊല്ലം നിസ്കരിച്ച് പിന്നെ ഏർപ്പാടൊക്കെ നിർത്തി വെച്ച് പിന്നെ നിസ്കാരമില്ല നോമ്പുമില്ല ഒരു സഹോദരൻ അടുത്ത ദിവസം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ നല്ലോണം നിസ്കരിച്ചിരുന്ന എൻ്റെ വാപ്പ, ബുദ്ധിക്കൊരു കുഴപ്പമില്ല, ഒരു കാര്യങ്ങൾക്കൊരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമാണ്, എന്താണെന്നറിയില്ല അപ്പൊ നിസ്കരിക്കണില്ല. എന്താണ് പറഞ്ഞാലും വാപ്പ ജിന്ന അണ്ണാക്കണ്ടെന്നാ പറയണത്. സുബഹിക്ക് തഹജ്ജുദ് അടക്കം എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന വാപ്പപ്പോ ഫറദടക്കം നിസ്കരിക്കണില്ല. എന്നാ ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോല്ല, കാര്യങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോല്ല, ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വാപ്പാക്ക് ആഗ്രഹമല്ല. നോക്കുങ്ങൾ ഓരോ മനുഷ്യന്മാര്. ഇയാൾ പറയാണ് ഈ അവസാന കാലം വെച്ചൊരു 70 ചില്ലാനം വയസ്സുണ്ട്, ഇതുവരെ കൃത്യമായിട്ട് ജീവിച്ച് അവസാനം വെച്ച് അത് കൊളാക്കണം.
സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നുണ്ട്, അവസാനം എങ്ങനെ വരുന്നോ അതിനനുസരിച്ചാണ് മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ. ഇന്നമൽ ഉമൂറു ബിഖവാതിമിഹാ, കാര്യങ്ങളുടെ തീരുമാനം അന്തിമം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്, അന്ത്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് കാര്യങ്ങളുടെ തീരുമാനം. അല്ലാഹുവേ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ, അല്ലാഹുവേ വഷളാക്കരുത് റഹ്മാനെ. ഇതുവരെ നല്ല വഴിക്ക് നടക്കാൻ ഇന്നുവരെ മനസ്സുദിക്കാത്ത, മനസ്സ് തോന്നുക പോലും ചെയ്യാത്ത കുറെ ആളുകൾ ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം ദൂരെ നിന്നെങ്കിലും. പടച്ചോനെ, അവർക്കൊക്കെ നീ റൂട്ടിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനമായിട്ട് നന്നായ റെഡി, ആ ആള് രക്ഷപ്പെടും, സംശയിക്കണ്ട. ഖാത്തിമത്ത് നന്നായി കിട്ടൽ ഒരു വലിയ സംഭവ. അതുകൊണ്ടാണ് നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാറില്ലേ? ആ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളൊക്കെ 3 പ്രാവശ്യമാണ്. അധിക ദിക്റുകളും 3 പ്രാവശ്യമാണ്. ഒരു ദിക്റ് മാത്രമേ 4 തവണയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ 3 പ്രാവശ്യമാണ്. എന്നാൽ ആ ഹദ്ദാദ് റാത്തീബിൽ ഏറ്റവും കൂടുതൽ ആ 17 ദിക്റുകളുടെ കൂട്ടത്തിൽ ഔദ്യോഗികമായി 17 ദിക്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 17 ദിക്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ദിക്റ് 7 വട്ടമുള്ള ഒരു ദിക്റുണ്ട്. ഹദ്ദാദ് റാത്തീബിൽ 7 വട്ടം ചൊല്ലുന്ന ഒരൊറ്റ ദിക്റുണ്ട്. ആ ദിക്റ് ഏതാ? യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി 500 ചില്ലാനം പേജുകളുള്ള ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെല്ലണ ചെറിയ ഹദ്ദാദിന് 500 ചില്ലാനം ഉള്ള ഒരു വ്യാഖ്യാനം. അത് വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു 6 മണിക്കൂർ 12 മണിക്കൂർ 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, അത് നെറ്റിൽ നിന്നൊക്കെ കിട്ടും, സാധിക്കുന്നവർ കേൾക്കണം. ഞാൻ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അവിടെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, എൻ്റെ വല്ലിപ്പ ഈ ദിക്റുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയപ്പം ഈ ദിക്റ് മാത്രം 7 വട്ടമാക്കിയത്. 7 വട്ടമാക്കിയതിന്റെ താല്പര്യം, ഒരു മനുഷ്യൻ എന്ത് കുത്തിമറിഞ്ഞ് അമല് ചെയ്തിട്ട് കാര്യമല്ല, അവസാനം അങ്ങ് വഷളായാ കഴിഞ്ഞു. അവസാനം അങ്ങ് വഷളായാൽ ആ മനുഷ്യൻ്റെതെല്ലാം കഴിഞ്ഞു. അപ്പോ ഹാത്തത്തേക്ക് ഒന്നും കൂടെ ഇന്നലെ പറഞ്ഞതിന് ഒരു ഉറപ്പ് കിട്ടും, ഇതും കൂടെ കൂടിയാകുമ്പോൾ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ. ഇത്രയും ഗുണങ്ങൾ, ഈ 9 ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, അവര് സുഖലോക സ്വർഗത്തിൽ എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും കിട്ടിക്കഴിയുകയാണ്. ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, അവര് സുഖലോക സ്വർഗത്തിൽ എല്ലാ സന്തോഷങ്ങളും ബഹുമാനങ്ങളും അനുഭവിച്ച് കഴിഞ്ഞുകൂടും. ആര്? ഈ 9 ഗുണങ്ങളുള്ളവർ. അതിൽ 2 ഗുണാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, നിസ്കാരവും ദാനധർമ്മങ്ങളും. ഇനി അടുത്തത് വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പ്രതിഫല നാളുകൊണ്ട് വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, പരലോകത്തിൽ വിശ്വസിക്കുകയും പരലോകത്ത് അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ ഭയക്കുകയും ചെയ്യണം. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ, അതെ, റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടാതിരിക്കാൻ പറ്റാത്തതാണ്. അത് നിർഭയമാകാൻ അത്രയങ്ങ് ധൈര്യപ്പെടാൻ പറ്റുന്ന കേസല്ല. ഗൈറു മഅ്മൂൻ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഒന്ന്, പരലോകത്ത് നല്ല വിശ്വാസം വേണം. 3ാമത്തെ ഗുണമതാണ്, യൗമുദ്ദീൻ ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് നന്നായി വേണം. എവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിതുള്ളത്? പ്രതിഫല നാളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇക്കോലത്തിലാവോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്.
ഒരു ഹദീസ് കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാള് വ്യഭിചരിക്കുന്ന സമയത്ത് അവന് ഈമാൻ ഉണ്ടാവൂല. വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാൻ ഉള്ളവനായി വ്യഭിചരിക്കൂല. അപ്പൊ വ്യഭിചരിക്കുന്ന മനുഷ്യനെ പറ്റി അയാൾക്ക് ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളിന് ശേഷം പറയാൻ പോകുകയാണ്, വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ. അവിടെ വെച്ച് അതിന്റെ ഗൗരവങ്ങളെ കുറിച്ച് പറയാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, പരലോകത്ത് നമുക്ക് വിശ്വാസം വേണം. ആദ്യം അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും വേണം. പരലോകത്തിൽ ഉറച്ച് വിശ്വസിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടു ജീവിക്കണം. അത് ഇന്നില്ല. അവിടെയാണ് വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ ഈമാനോടുകൂടെ വ്യഭിചരിക്കുന്നില്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ ഈമാനുള്ളവനായി വ്യഭിചരിക്കുന്നില്ല. അതാണ് എന്റെ മലയാളം. അപ്പോ ഈമാൻ ഉണ്ടാവൂലേ? ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവനെ മൂമിനെന്ന് വിളിക്കാൻ പറ്റൂലേ? പിന്നെ മൂമിന് തന്നെയാണ് അല്ലേ? വ്യഭിചാരം ഹലാലാണെന്ന് പറഞ്ഞെങ്കിലേ ഏതാവുള്ളൂ, ഇസ്ലാം എന്ന് പുറത്തു ഉള്ളൂ. ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വ്യഭിചരിക്കുന്നുവെങ്കിൽ ചെയ്തത് മഹാ തെറ്റാണ്. പക്ഷെ ഈമാൻ എന്ന് പുറത്തു, ഇസ്ലാം എന്ന് പുറത്തു പോവില്ല, ഈമാൻ നഷ്ടപ്പെടൂല. പിന്നെന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അത് മഹാന്മാർ പല രൂപത്തിലും. ഒന്ന്, ഈമാൻ അവന്റെ തലയുടെ മുകളിൽ ഇങ്ങനെ കുട പോലെ പൊങ്ങി നിൽക്കും, മാറി നിൽക്കും ഈമാൻ. എന്നിട്ടത് കഴിഞ്ഞിട്ട് ഈ ഏർപ്പാടിൽ നിന്ന് ഇവൻ വിരമിച്ചു കഴിഞ്ഞാൽ ഈമാൻ തിരിച്ചവനിലേക്ക് തന്നെ വരും. ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഹീന യസ്നി, വ്യഭിചരിക്കുന്ന നേരത്ത് വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയൂല. ആ ഏർപ്പാടിനൊരുങ്ങുമ്പോൾ ഈമാൻ പൊങ്ങി അങ്ങ് പോകും. അപ്പൊ ആ ഘട്ടത്തിൽ അങ്ങ് മരിച്ചാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നൊക്കെയല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ മറ്റു ചിലർ അതിനെ വ്യാഖ്യാനിച്ചു. എന്ത്? വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ ഈ അനാശാസ്യം ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മോമിനിങ്ങളെ നിങ്ങൾക്കറിയോ? മഹാന്മാര് പറയാണ്, എങ്ങനെ വ്യഭിചാരം ഹറാമാണ് എന്നുള്ളതൊക്കെ മാറ്റിവെക്കും. നമ്മൾ മതപരമായ കാഴ്ചപ്പാടിലൂടെ വ്യഭിചാരം ഹറാമാണ്, അള്ളാനെ പേടിച്ചിട്ട് മാറി നിൽക്കാം, അത് വേറെ വിഷയം. വ്യഭിചാരം ഹറാം അല്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ മനുഷ്യന് ഇത് കൊടുത്താൽ വാങ്ങൂലേ? അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം വാങ്ങുന്നതാണ്. പിന്നെ വാങ്ങുന്നില്ലെങ്കിൽ അയാൾക്ക് ഞരമ്പിനെന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ അവർ പറയാണ്, വിശദീകരിക്കുമ്പോൾ പറയാണ്, വാങ്ങിയിരിക്കും. അങ്ങനെ വാങ്ങി ഇയാൾ റൂമിലേക്ക് അങ്ങ് കയറുമ്പോൾ പറഞ്ഞു, പിന്നെ ഇപ്പുറത്തൊരു റൂമുണ്ട്, ഇത് ഭൗതിക ശിക്ഷയാണ്, ഇപ്പുറത്തൊരു റൂമുണ്ട്, അന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഇതുകൊണ്ട് തീയിന്റെ പരലോകത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയൂ, ലിംഗത്തെ നിയന്ത്രിക്കാൻ കഴിയൂ, കൈകളെ നിയന്ത്രിക്കാൻ കഴിയൂ, കാലുകളെ നിയന്ത്രിക്കാൻ കഴിയൂ, മനസ്സിന്റെ രോഗങ്ങളെ അകറ്റാൻ കഴിയൂ. ഇത് വേണം, അങ്ങോട്ട് നമ്മൾ എത്തണം. അള്ളാഹു പൂർണ്ണമായ ഈമാൻ, പരലോകത്തെക്കുറിച്ച് നല്ല ഭയവും ബേജാറും അള്ളാഹു നമ്മുടെ കൽബിൽ നൽകട്ടെ. അപ്പോഴേ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നന്നാവണമെങ്കിൽ വലിയ പ്രയാസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വേഗം പോകുന്ന വിഷയം കണ്ട് തിരിക്കുക. കുറച്ച് പറയാം, അതിൻ്റെ ആകത്തുക പറയാം, എങ്കിലേ നമുക്ക് മുഴുവനും പറയാൻ കഴിയുള്ളൂ. കാരണം 5 കാര്യങ്ങൾ ഇന്ന് പരാമർശിക്കണം. ഇന്നലെ പറഞ്ഞ 2, ഇന്നത്തെ 5ഉം 7, പിന്നെ 1 നമ്മൾ ആവർത്തനമായിട്ട് വരുവാണ്. ഏതായാലും 5ഓ 6ഓ കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയണം. അപ്പൊ അതുകൊണ്ട് 1 കഴിഞ്ഞു, 3-ാം നമ്പർ കഴിഞ്ഞു, 3ഉം 4ഉം നമ്പർ ഒരുമിച്ച് നമ്മൾ പറഞ്ഞു. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. 3ഉം 4ഉം നമ്പർ കഴിഞ്ഞു. ഇനി 5 കാര്യങ്ങളാ ഉള്ളത്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവർ ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അത് ദുരുപയോഗം ചെയ്യാത്തവരാണ് എന്നർത്ഥം.
സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദുരുപയോഗത്തെ തൊട്ട് അതിനെ സൂക്ഷിക്കുക. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും. അവരുടെ ഇണകളുടെ മേലിലൊഴികെ, അവരുടെ വലതുകരങ്ങൾ ഉടമപ്പെടുത്തി വെച്ച അടിമകളുടെ മേലിലൊഴികെയും ഫൈന്നഹും ഗൈറു മലൂമീൻ, അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ലൈംഗിക ദാഹം തീർക്കുന്നവർ അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല. ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അതിന്റെ അപ്പുറത്തേക്ക് മേച്ചിൽ പുറങ്ങൾ അന്വേഷിക്കുന്നവർ ഫഉലൈക ഹുമുൽ ആദൂൻ, അവരെല്ലാ മര്യാദകളും ലംഘിച്ച് റബ്ബിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവരാണ്. എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുകടന്നു പോകുന്നവരാണവർ. അതെ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്, ഈ വിഷയം. എന്ത്? ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം, ലൈംഗിക വൃത്തികേടുകൾ മനുഷ്യൻ പെട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, സിന, വ്യഭിചാരം എന്ന് പറയുന്നത് എത്ര തെറ്റുള്ള കാര്യമാണ്. അല്ലാഹ് പറഞ്ഞു, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഏർപ്പാടാണ്. വസാഅ സബീലാ, മോശമായ റൂട്ടുമാണ്. വൈകാരിക ദാഹം തീർക്കാൻ മോശമായ റൂട്ടും വൃത്തികെട്ട ഏർപ്പാടുമാകുന്നു വ്യഭിചാരം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല, അതിനോട് അടുത്തു പോകാൻ പാടില്ല. നോക്കൂ, നിങ്ങള് വ്യഭിചരിച്ചവരെ പറ്റി മുത്തുനബി പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, അവൻ അവിവാഹിതനാണെങ്കിൽ 100 അടി അടിക്കണം. ആ വിഷയം എത്ര മോശാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നീണ്ടുപോകുന്നു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വ്യഭിചാരം എത്ര മോശപ്പെട്ടതാണെന്നത് അതിന്റെ ഹദ്ദിന്റെ കടുപ്പത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ പേരിൽ സ്വീകരിക്കേണ്ട ആക്ഷൻ അത് കേട്ടാ മനസ്സിലാക്കാം വ്യഭിചാരം എത്ര വൃത്തികെട്ടതാണ്. അവിവാഹിതനാണെങ്കിൽ 100 അടി അടിക്കണം. വിവാഹിതനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടും വ്യഭിചരിക്കുകയാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഓ, ഇതെന്താ, കുറച്ച് കടുപ്പാണല്ലോ, കുറച്ച് കടുപ്പമാണല്ലോ ഇത് എന്നൊരു പക്ഷേ ചിലർക്കെങ്കിലും തോന്നിപ്പോയേക്കാം. ഇതിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴിക്കുന്നവരുണ്ട് ചില ആളുകൾ. ഇസ്ലാമിന്റെ ഇത്തരം നിയമ നടപടികൾ കുറച്ച് കടുപ്പം കൂടുതലാണ്, കുറച്ച് കടുപ്പം കൂടുതലാണ്. കട്ടവന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുക, ഇതൊക്കെ വളരെ കടുപ്പമുള്ള നിയമമാണ്, മനുഷ്യപ്പറ്റില്ലാത്ത നിയമം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കൊന്നവന് പകരം പ്രതികൊല നടക്കുക, ഖിസാസ്, കൊന്നവനെ കൊല്ലുക, അതല്ലല്ലോ വേണ്ടത്. ഉപദേശിച്ച് നന്നാക്കല്ലേ വേണ്ടത്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇസ്ലാം അനങ്ങുമ്പോഴേക്ക് ഹദ്ദടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് ഹദ്ദടിക്കുക? വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ 4 ആള് നഗ്നനേത്രം കൊണ്ട് വ്യഭിചരിക്കുന്നത് കാണണം. അങ്ങനെ കണ്ടു കിട്ടിയ ഒരു ചരിത്രം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണ്ടാവൂല. ഹദ്ദ അടിച്ചത് തന്നെ സ്വന്തം സമ്മതിച്ച് പറഞ്ഞതിന്റെ പേരില. നബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്റെ പേരിൽ ഹദ്ദ് നടപ്പിലാക്കണം. അല്ലെ? ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റ് മുത്തുനബിയുടെ കോടതിയിൽ വന്ന് ഏറ്റു പറഞ്ഞ് അവരുടെ പരലോക മോക്ഷം ഉറപ്പുവരുത്തായിരുന്നു. അങ്ങനെ ഉണ്ടായി. എന്നിട്ട് തന്നെ നബി എന്താ പറഞ്ഞത്? നീ വ്യഭിചരിച്ചോ, ഇങ്ങോട്ട് വാ, എറിഞ്ഞു കൊല്ലടാന്ന് പറയല്ലേ ചെയ്തത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, നീ അവളെ നോക്കിയിട്ടല്ലേ ഉള്ളൂ, അവളോടൊന്ന് ചിരിച്ചിട്ടല്ലേ ഉള്ളൂ, അവളെ ഒന്ന് തോണ്ടിയിട്ടല്ലേ ഉള്ളൂ. ഹദീസ് വായിക്കാൻ നല്ല രസാ. ലഅല്ലക ഗമസ്തഹ, നീ അവളെ തോണ്ടിയിട്ടല്ലേ ഉള്ളൂ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ വിഷയം തിരിച്ചുവിടാൻ. അതേന്ന് അയാൾ പറഞ്ഞു കിട്ടിയ അയാളെ കൊല്ലാതെ കഴിയുമല്ലോ എന്നാണ്.
അപ്പൊ പരമാവധി ഇന്നും ഇസ്ലാമിക കർമ്മശാസ്ത്രം അങ്ങനെയാണ്. ഇസ്ലാമിക ഭരണമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇമാമ് പെട്ടെന്ന് ആളെ പേരിൽ ആക്ട് നടപ്പിലാക്കാൻ പറ്റൂല, നിയമം നടപ്പിലാക്കാൻ പറ്റൂല. അയാളെ പരമാവധി ആ വിഷയത്തിൽ നിന്ന് തിരിച്ചു കളയാൻ ശ്രമിക്കണം. അല്ല, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്റെ പേരിൽ ഹദ്ദ് നടപ്പിലാക്കണം എന്ന് അയാള് വാശി പിടിക്കുകയാണെങ്കിൽ മാത്രമാണ് നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണ് ഇന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിയമമുള്ളത്. വീണ്ടും വീണ്ടും അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണമെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നവരോട് നമുക്ക് ചോദിക്കാനുണ്ട്, ഈ നിയമം ഏതെങ്കിലും രാജ്യത്ത് നിലവിലുണ്ടെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിലവിലുണ്ട്, അതുകൊണ്ട് തന്നെ പരസ്യമായി വ്യഭിചരിക്കാൻ പ്രയാസം ഉണ്ടാകും. മറുപുറത്ത് അവിടെയൊന്നും നടക്കുന്നില്ല, മറക്കപ്പുറത്ത് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ടുണ്ടാവും. പരസ്യമായിട്ട് വ്യഭിചരിക്കൂല. അതല്ല പരിപാടി. ഇത് ഓടുന്ന ബസ്സിലിട്ട് വ്യഭിചരിക്കുക. എന്താ കാരണം? ഒരു ചുക്കു ഇതിന്റെ പേരിൽ വരാനില്ല എന്നറിയാ. അതുകൊണ്ടാണ് നിയമം കടുത്തതായാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും. യാതൊരു സംശയവും വേണ്ട, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും. ഇപ്പൊ കൊന്നവനെ കൊല്ലുക എന്നുള്ള നിയമം വന്നാൽ ഇത്രത്തോളം നമുക്ക് പത്രത്തിൽ ഈ അദാബ് വായിക്കാൻ കഴിയൂലായിരുന്നു. എത്ര കൊലപാതകങ്ങളാ! പച്ചവെള്ളം ഒഴുക്കുന്ന ലാഘവത്തോടെയാണ് മനുഷ്യന്റെ ചുടുചോര നടു റോട്ടിൽ വെട്ടി ഒഴുക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, തക്ക ശിക്ഷ ലഭിക്കാത്തത് കൊണ്ടാണ്. നല്ല നിയമ നടപടി ഇവിടെ ഉണ്ടെങ്കിൽ, കൊന്നവനെ കൊല്ലുക എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് നടപ്പിലാക്കാനും അല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ഹദ്ദടിക്കാൻ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് എന്താ? ഹദ്ദടിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വൽ യശ്ഹദ് അദാബഹുമാ. അത് സ്വകാര്യമായിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് നടപ്പിലാക്കാനല്ല പറഞ്ഞത്. വൽ യശ്ഹദ് അദാബഹുമാ, ഒരു മൈതാനത്ത് കൊണ്ടുവന്ന് പരസ്യമായി നടത്തി അവർക്ക് കിട്ടുന്ന ഈ അദാബിന് ദൃക്സാക്ഷികളാവട്ടെ, അവിടെ എത്തിച്ചേരണം. ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, ഒരു കൂട്ടം വിശ്വാസികൾ അത് കാണട്ടെ. നാളെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീക്ക്നെസ് സംഭവിച്ചു പോയാൽ എനിക്കും വരാനുള്ള ദുർഗതി ഇത് തന്നെ എന്ന് മനസ്സിലാക്കാൻ, അതിനാണ് ഹദ്ദ് നടപ്പിലാക്കുന്നത്. ഞാൻ പറയുന്നു, കട്ടവന്റെ കൈ മുറിച്ചിട്ട് കൊന്നവനെ പ്രതികൊല ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രത്തിന്റെ ഒന്നാം പേജിൽ കൊടുക്കട്ടെ. കള്ളന്മാരുടെ എണ്ണം കുറയും, കൊലയാളികളുടെ എണ്ണം കുറയും. വളരെ കൂളായിട്ട് ഈ പരിപാടി ഇവിടെ നടക്കാൻ കാരണം, എത്രയാളെ കൊന്നാലും ഒരു വിഷയവുമില്ല. നിരപരാധി കാലാകാലം ജയിലിൽ കിടക്കും. കണ്ടില്ലേ അബ്ദുൽ നാസർ മഅദനി കിടക്കുന്നത്? നിരപരാധി കാലാകാലം ജയിലിൽ കിടക്കും. അതേസമയം അപരാധികൾ കോളറും കുലുക്കി നാട്ടിലൂടെ നടക്കുന്നത് കാണുന്ന ഇവൻ ഒരു ബേജാറുമില്ല. എന്നെ രക്ഷിക്കാൻ എൻ്റെ പാർട്ടിക്കാരുണ്ട്. ഒരു ഫോൺ കോള് പോയാൽ ഏതും തല തിരിഞ്ഞു വരും. ഏത് നിയമവും എനിക്ക് അനുകൂലമാ. നിയമത്തിന് കുരുക്കുകൾ ഉണ്ടെങ്കിൽ നിയമത്തിന് പഴുതുകളുമുണ്ട്. ഇതൊരു പോരായ്മയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതേസമയം ഈ നിയമം നടപ്പിലാക്കുന്നുവെങ്കിൽ തീർച്ചയാണ് എണ്ണം കുറയും, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും. അതിൽ യാതൊരു സംശയവുമില്ല. സുബ്ഹാന മൻ ജല്ല ജലാലു. നിങ്ങൾ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി വ്യഭിചരിക്കുന്ന ആളെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഇന്ന സുനാത മുഅല്ലഖൂന ബിഫുറൂജിഹിം ഫിന്നാർ. മുത്തുനബി സബൂറിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. സബൂർ എന്ന് പറഞ്ഞാൽ ദാവൂദ് നബിയുടെ ഗ്രന്ഥമാണ്. ദാവൂദ് നബിയുടെ ഗ്രന്ഥമായ സബൂറിൽ ഉണ്ട് എന്ന് മുത്തുനബി പറഞ്ഞു. ഇന്ന സുനാത മുഅല്ലഖൂന ബിഫുറൂജിഹിം ഫിന്നാർ. വ്യഭിചാരികളെ നരകത്തിൽ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ ബന്ധിപ്പിച്ചിടും നാളെ പരലോകത്ത്. എന്നിട്ട് യുളറബൂന അലൈഹാ ബിസ്യാത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകളെ കൊണ്ടടിക്കും. ഫഇദസ്തഗാസ മിനൽ ദർബി, തല്ല് കിട്ടി വേദന കൊണ്ട് പുളയുമ്പം അവൻ സഹായം അഭ്യർത്ഥിച്ചാൽ, തല്ലല്ലേ എന്നെ തല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്,
നിർത്തു സബാനിയാക്കളേന്ന് തല്ലുന്ന സമയത്ത് സബാനിയാക്കളോട് പറഞ്ഞാൽ നാദതുഹു സബാനിയത്തു, സബാനിയാക്കളായ മലക്കുകൾ അവനോട് വിളിച്ചു പറയും. സബാനിയാക്കളെ അള്ളാഹ് പടച്ചത് എങ്ങനെയാ? കരുണ എന്ന് പറഞ്ഞ എന്താന്ന് അവർക്കറിയില്ല. ദാക്ഷിണ്യം എന്ന് പറയുന്ന പദം അവരുടെ ഡിക്ഷണറിയിലില്ല. അവരുടെ ഡിക്ഷണറിയിലില്ലാത്ത പദമാണ് ദാക്ഷിണ്യം. കാരണം അപ്പോഴേ അദാബ് കേമായിട്ട് നടക്കണമെങ്കിൽ അത് വേണം. അല്ലെങ്കിൽ ശിക്ഷക്ക് നമുക്കൊക്കെ ഇപ്പൊ ഒരാളെ ശിക്ഷിക്കുന്ന സമയത്ത് അയാൾ കരഞ്ഞാൽ നമ്മളെ സ്ട്രോങ് കുറയും, അല്ലേ? ശക്തി കുറയും. പിന്നെ അത്ര കടുപ്പത്തിൽ ശിക്ഷിക്കാൻ കഴിയൂല. മലക്കുകൾക്ക് അതുണ്ടാവില്ല. ഏത് മലക്കുകൾക്ക്? സബാനിയാക്കൾക്ക്. അവരെ അള്ളാഹു അതിനുവേണ്ടി ഒരുക്കിയവരാ. ആ മലക്കുകൾ ഇവനോട് വിളിച്ചു പറയും, ആഹാ, നീ നിലവിളിക്കുന്നുണ്ടില്ലേ, നീ കരയുന്നുണ്ടില്ലേ, നീയും അവളും കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ടല്ലേ. ഐന കാന ഹാദ സൗതു വഅൻത തദ്ഹകു വതഫറഹു വതംറഹു വലാ തുറാഖിബുല്ലാഹ് വലാ തസ്തഹീ മിൻ. വല്ലാത്തൊരു വാക്കാ. വ്യഭിചരിക്കുന്ന ആണിനോടും പെണ്ണിനോടും സബാനിയാക്കള് അവരെ, വ്യഭിചാരികളെ നല്ല അടിക്കുമ്പോ അവര് വേദന കൊണ്ട് പുളഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് നിലവിളിക്കുമ്പോ പറയും, എവിടെയായിരുന്നടോ ഈ ഒച്ചയൊക്കെ? ഐന കാന ഹാദ സൗതു, ഈ ശബ്ദം എവിടെയായിരുന്നടോ? വഅൻത തദ്ഹകു, നീ പൊട്ടിച്ചിരിക്കുകയായിരുന്നില്ലേ? വതഫറഹ്, നീ ആഹ്ലാദിക്കുകയായിരുന്നില്ലേ? വതംറഹ്, നീ പൊന്തം വിടുകയായിരുന്നില്ലേ? വലാ തുറാഖിബുല്ലാഹ്, പടച്ചോൻ കാണുന്നുണ്ടെന്ന ചെറിയ ഒരു ബോധം പോലും നിനക്കില്ലായിരുന്നല്ലോ. വലാ തസ്തഹീ മിൻഹു, നീയും അവളും വ്യഭിചരിക്കുമ്പോ പടച്ചോൻ കാണുന്നുണ്ടെന്ന നാണം തോന്നിയില്ലല്ലോ. പടച്ചോൻ കാണുന്നുണ്ടെന്നെ, നിരീക്ഷിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. നീ അടിച്ച് പൊളിച്ച്, നിങ്ങൾ ചിരിച്ച് ആഹ്ലാദിച്ച്, നിങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നില്ലേ? അപ്പോ എവിടെയായിരുന്നടോ നിങ്ങളുടെ ഈ ശബ്ദമൊക്കെ? ഈ നിലവിളി അവിടുന്ന് ദുനിയാവെന്ന് വിളിച്ചിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചെങ്കിൽ ദുനിയാവെന്ന് തന്നെ കരഞ്ഞിരുന്നെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. നരകത്ത് പോയി കരഞ്ഞിട്ട് കാര്യമില്ല. ദുനിയാവെന്ന് കരഞ്ഞിട്ട് റബ്ബെ പറ്റിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹ് പൊറുക്കും. അള്ളാഹ് റഹ്മാനാണ്, അള്ളാഹു റഹ്മാനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, എന്റെ ശബ്ദം കേൾക്കുന്നവർ, എന്തപാകതകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ജീവിതം തിരുത്താൻ തയ്യാറാണോ? പടച്ചോൻ രണ്ട് കൈയും കാട്ടി സ്വീകരിക്കും. അള്ളാഹു രണ്ട് കൈയും കാട്ടി സ്വീകരിക്കും. അതൊരു പ്രയോഗാട്ടോ, ഹദീസുകളിലൊക്കെ വന്നതാ. അല്ലാതെ ഇനി രണ്ട് കൈ, അള്ളാഹ്ക്ക് രണ്ട് കൈ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അറിയരുത്. അതൊരു പ്രയോഗമാണ്, ഹദീസുകളിലൊക്കെ വന്നതാ. കൈയും കാട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിങ്ങളെ സ്വീകരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു പൂർണ്ണമായി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. പടച്ച റബ്ബ് നിങ്ങളെ സ്വീകരിക്കും, ഒരു ബേജാറും വേണ്ട. ഇതെന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, കുല്ലു ഉമ്മത്തി മുആഫൻ, എന്റെ മുഴുവൻ ഉമ്മത്തിനും അല്ലാഹ് പുറത്തു കൊടുക്കും. എന്റെ ഉമ്മത്താണോ അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റു ചെയ്തവർക്കൊഴികെ. സയ്യിദുനാ റസൂലുള്ളാഹി. പരസ്യമായി തെറ്റ് ചെയ്തവർ, പടച്ചോനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്യാത്തവർക്കൊക്കെ അള്ളാഹു പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു കൊടുക്കും. അല്ലാതെ രഹസ്യമായിട്ട് തെറ്റ് ചെയ്യണതിനൊരു വിഷയമില്ല എന്നല്ല കേട്ടോ. അതൊക്കെ വിളിക്കാൻ തേച്ചത് പണ്ടാകരുത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടോ. മുജാഹറത്ത്, പരസ്യമായി തെറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം പറയാ, വഇന്ന മിനൽ മുജാഹറ, പരസ്യമായി തെറ്റ് ചെയ്യാന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ ഒരു രാത്രി ഒരു പെണ്ണുമായിട്ട് സ്വകാര്യം ജീവിതം പങ്കിട്ടു. പിറ്റേന്ന് അയാള് അത് വേറൊരാളോട് വിളിച്ചു പറയൽ മുജാഹറത്താണ്. അത് പരസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നതിന് തുല്യാണ്. അത് പരസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നതിന് ഇതെന്താ സംഭവം എന്നറിയങ്ങള്? മുത്തുനബി അങ്ങനെ തന്നെ പറയാൻ കാരണം, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാൽ അത് നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന സംഗതിയാകണം, ആരോടും പറയണ്ട. നോക്കുങ്ങള്, ഭാര്യന്റെ അടുത്ത് സംഭവിച്ചാൽ ഭർത്താവിനോട് പറയണ്ട, ഭർത്താവിന്റെ അടുത്ത് സംഭവിച്ചാൽ ഭാര്യനോട് പറയണ്ട. എന്താണ് ഇസ്ലാം ഇങ്ങനെ വെക്കാൻ കാരണം? ഭാര്യ പൊറുക്കൂല, ഭർത്താവ് പൊറുക്കൂല, റഹ്മാനുർ-റഹീമായ റബ്ബ് നിങ്ങൾ കരഞ്ഞാ പൊറുക്കും, ഇനി ജീവിതത്തിൽ ചെയ്യൂല എന്നുള്ള ഉറപ്പുണ്ടായാൽ മതി. അതാണ് പടച്ചോൻ. നിങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങൾ തെറ്റ് ചെയ്തു പറഞ്ഞാൽ ഓള് പിന്നെ പുറത്തു വരൂല. പെണ്ണുങ്ങൾ ചെയ്താൽ നമ്മളും പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അല്ലേ?
അതിന് മാത്രമുള്ള റഹ്മത്ത് നമുക്കില്ല, പൊരുത്തപ്പെട്ടു കൊടുക്കൂല. പക്ഷെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെയും അറിയിക്കണ്ട, പടച്ചോനോട് പറ ഇനി ജീവിതത്തിൽ അങ്ങോട്ട് മടങ്ങരുത്. ഞാൻ പറയുന്നത് തൗബ ചെയ്തോ, പടച്ചോൻ സ്വീകരിക്കും. ഇത് ഇത്ര വലിയ ഗൗരവമുള്ളതാന്ന് അറിയാതെ ചെയ്തു പോയതാ, പടച്ചോനോട് പറ. അല്ലാതെ തെറ്റുകൾ സംഭവിച്ചവർ ഏതായാലും കുടുങ്ങി, ഇനി ബാക്കിയുള്ളതും കൂടെ സ്വർഗാക്കാന്ന് വിചാരിക്കണ്ട. ദുന്യാവ് അത് വലിയ അപകടമാണ്, അത് വലിയ അപകടത്തിലേക്കാ പോവുക. അപ്പൊ പരസ്യമായി തെറ്റ് ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ കാരണം എന്താ? പരസ്യമായി തെറ്റ് ചെയ്യുന്നവൻ അള്ളാനെ വെല്ലുവിളിക്കുന്നവനാണ്. നമ്മക്കങ്ങനെ ഹലാലും ഹറാമും ഒന്നും ഇല്ല എന്നു തെറ്റ് ചെയ്തവനാ, അവന് പെട്ടെന്ന് പൊറുക്കാൻ പറ്റില്ല. അതാ വിഷയം. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ സദഖ റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരിയിൽ കാണാം ഇല്ലൽ മുജാഹിരീൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഉളുപ്പില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് പൊതു റോട്ടില് നല്ലോണം ശ്രദ്ധിക്കണം. ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ലോണം കരുതണം. മുസ്ലിമീങ്ങളോടാ ഞാൻ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ, അത് രാഷ്ട്രീയ പാർട്ടിയുടെ വിജയാഹ്ലാദമാവട്ടെ എന്താവട്ടെ, നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പരിധി വിടുന്നുണ്ടോ നോക്കണം. ചോരത്തളപ്പിൽ അറിയാതെ പോകരുത്. പടച്ചോൻ അറിയിക്കും. ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബൂറിലെ വാക്കുദ്ധരിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് നല്ല കൊശിയായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മുജാഹറത്തിന് തുല്യാണ്. ഒരാൾ ആരും അറിയാതെ ഒരാളും ഒരു സഹോദരിയും ഏത് ചെയ്തു? വേണ്ടാത്തരം ചെയ്തു. പിന്നെ പിറ്റേന്ന് അത് മറ്റൊരാളോട് പറയൽ മുജാഹറത്താണ്, നടുറോട്ടിൽ കിടന്ന് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെ അങ്ങനെ പറയേണ്ടി വന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. തിന്മയുടെ കൊശി പൂർണ്ണമാകണമെങ്കിൽ, ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദെ അത് അതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാളോട് പറഞ്ഞെങ്കിലേ തൃപ്തിയാവുള്ളൂ. അതിന്റെ കൊശി പൂർണ്ണമാകണമെങ്കിൽ, അതിന്റെ എൻജോയ്മെന്റ് ഫുള്ളാണ് കിട്ടണമെങ്കിൽ വേറൊരാളോട് അത് പങ്കുവെക്കണം. കണ്ടങ്ങള് എത്ര കൃത്യാണ് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ചെയ്ത അനാവശ്യം മറ്റൊരാളോട് പറയരുത്. അതേസമയം ഈ സങ്കടം നിങ്ങൾ പടച്ചോനോട് പറയണം, പൊട്ടിക്കരഞ്ഞ് പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എടാ, പടച്ചോൻ കാണുന്നുണ്ടെന്ന നാണം പോലും ഇല്ലാതെ അന്ന് നെയ്യോളും കൂത്താടിയിട്ട് ഇപ്പൊ കരയാലെ അങ്ങ് കരഞ്ഞൂട്. നിന്റെ കരച്ചില് ലവലേശം ഇവിടെ ശ്രദ്ധിക്കപ്പെടുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഇനി മുത്തുനബിയുടെ ഒറ്റ ഹദീസും കൂടെ. മൻ സനാ ഔ ശരിബൽ ഖംറ, ഒരാൾ വ്യഭിചരിക്കുകയോ കള്ളു കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നസഅല്ലാഹു മിൻഹുൽ ഈമാൻ, അല്ലാഹു അയാളിൽ നിന്ന് ഈമാൻ ഇങ്ങൂരും. കമാ യഖ്ലഉൽ ഇൻസാനുൽ ഖമീസ മിൻ റഅസി, മനുഷ്യൻ അവന്റെ ഷർട്ട് തലയിലൂടെ ഊരിയെടുക്കുന്നത് പോലെ. ഖമീസ് നീളം കുപ്പായം, അത് തലയിൽ കൂടെയാണല്ലോ ഊരിയെടുക്കുക. അയക്കുമ്പോഴേ ഷർട്ട് അയക്കുമ്പോഴല്ല, തലയിലൂടെ ഊരിയെടുക്കുന്നത് പോലെ. കുപ്പായം തലയിലൂടെ ഊരിയെടുക്കുന്നത് പോലെ വ്യഭിചരിക്കുമ്പോഴും കള്ളു കുടിക്കുമ്പോഴും, കള്ളും ഷാപ്പുകാട് കയറിയ വേശ്യാലയത്തിലേക്കാട് കയറിയാലേ ഈമാൻ പുറത്തവിടെ നിൽക്കും. പിന്നെ തിരിച്ചു വരുമ്പോഴേ കയറുള്ളൂ. നല്ലോണം ആലോചിച്ചോ. എത്ര എണ്ണം മദ്യഷാപ്പിന്ന് വീഴുന്നു, എത്ര എണ്ണം മദ്യഷാപ്പിന്ന് വീഴുന്നു. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് നീ ബോധം നൽകണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിന് നീ ബോധം നൽകണേ അല്ലാ. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, മൂന്നാളോട് അല്ലാഹ് മിണ്ടൂല. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചോ. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, മൂന്നാളോട് അല്ലാഹ് മിണ്ടന്നല്ല. അതൊരു വല്ലാത്ത വാക്കാണല്ലോ അല്ലേ? ഞാൻ എന്നോട് മിണ്ടൂല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വാക്കാണ്. ഞാൻ ഇനി എന്നോട് മിണ്ടന്നല്ല, നിന്നോട് ഞാൻ മിണ്ടന്നല്ല. അത് കേൾക്കുമ്പോഴേക്കും നമ്മൾ തകരും. അത് ആരാ പറയണത്? വാപ്പ പറഞ്ഞാൽ തകരും, ഉമ്മ പറഞ്ഞാൽ തകരും, ഭാര്യ പറഞ്ഞാൽ തകരും, ഭർത്താവ് പറഞ്ഞാൽ തകരും, മക്കള് പറഞ്ഞാൽ തകരും, കൂട്ടുകാരൻ പറഞ്ഞാൽ തകരും. ഇവിടെ പറയുന്നത് രാജാതിരാജനായ റബ്ബാണ്. അവനല്ലാതെ വേറൊരാളും നമ്മളെ ശ്രദ്ധിക്കാനുമില്ല.
ആ ലോകത്ത് വെച്ച് അള്ളാഹ് നമ്മളോട് മിണ്ടൂല. മൂന്നാളോട് ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹ് അവരോട് മിണ്ടൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കൂല. അവരെ തീരെ ശ്രദ്ധിക്കൂല എന്നല്ല, പിന്നെ ദേഷ്യത്തിന്റെ നോട്ടം നോക്കും, സ്നേഹത്തിന്റെ നോട്ടം നോക്കൂല. സ്നേഹത്തിന്റെ നോട്ടം നോക്കൂല. വലാ യുസക്കീഹിം, അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഏത് മനുഷ്യന്മാർക്കും ഉണ്ടാകും, അത് അള്ളാഹ് പരിഹരിച്ചു തരല. വലാ യുസക്കീഹിം, അള്ളാഹ് ശുദ്ധീകരിക്കല. ഈ മൂന്നാളുടെ കുഴപ്പങ്ങൾ അള്ളാഹ് ശുദ്ധീകരിക്കുകയില്ല. അവരുടെ പോരായ്മകളിൽ നിന്ന് അള്ളാഹു അവരെ ശുദ്ധീകരിക്കൂല. അള്ളാഹ് മിണ്ടൂല. അള്ളാഹ് കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അള്ളാഹ് ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് നോവുറ്റ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഇതാണ് പറഞ്ഞപ്പോൾ നബി തങ്ങളോട് ചോദിക്കുക, മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബി അവർ മൂന്നാളും? ആ മൂന്നാളെ പേര് ആദ്യം തന്നെ എണ്ണിയാ മതി, അത് എണ്ണാതിരുന്നത് ഇത് വേറൊരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. അറിയാനുള്ള ആഗ്രഹം, അതിനല്ല ജിജ്ഞാസ എന്ന് പറയാം. അറിയാനുള്ള കൊതി, പഠിക്കാനുള്ള അറിയാനുള്ള ആ ഒരു ആഗ്രഹം കൽബിൽ ജനിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മറക്കൂല എന്നാണ്. നേരെ മറിച്ച് വെറുതെ എങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആൻ മറന്നുപോകും, അത്ര പരിഗണിക്കൂല. നേരെ മറിച്ച് അയാൾ അറിയണമെന്ന് കൊതിച്ചിട്ട് വന്ന് ചോദിച്ചു പഠിച്ചൊരു വിഷയം ഉള്ള കാലത്ത് മറക്കൂല, അതൊരു കാലത്തും മറക്കൂല. അപ്പൊ അയാളെ കൊണ്ട് ചോദിപ്പിക്കാൻ ആരാണിത്. അപ്പൊ നബി കുറെയാണ് പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, മൂന്നാളോട് അള്ളാഹ് മിണ്ടൂല. അവന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അവന് കടുത്ത ശിക്ഷയുണ്ട്. അവനെ ശുദ്ധീകരിക്കുകയുമില്ല. നബിയേ ആരാണിത്? കേട്ടോ, ശൈഖുൻ സാനിൻ, ശൈഖുൻ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സനാൻ, വ്യഭിചരിക്കുന്ന വയസ്സനാൻ. വയസ്സനും യുവാവും വ്യഭിചരിക്കുമ്പോൾ വയസ്സന്റെ വ്യഭിചാരത്തെ അള്ളാഹ് വളരെ ദേഷ്യത്തോടുകൂടെയാ നോക്കിക്കാണുന്നത്. ഇതിന്റെ അർത്ഥം ചെറുപ്പക്കാര് മനസ്സിലാക്കരുത്, നമ്മളത് അള്ളാഹ്ക്ക് അത്ര വലിയ വിഷയമൊന്നുമല്ല, അല്ല. പിന്നെന്താ? എടുത്താൽ താങ്ങാൻ പറ്റാത്ത ശിക്ഷയും ദേഷ്യവും അള്ളാഹു നമുക്ക് വേണ്ടി, ദേഷ്യം അള്ളാഹുവിന് നമ്മളോടുണ്ടാവും, ശിക്ഷ നമുക്ക് തരാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. അതാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. നിങ്ങൾ നേരത്തെ കേട്ടത് അതാണ്. ഏത്? യുവാവ് വ്യഭിചരിക്കുമ്പോഴതാ നേരത്തെ കേട്ടതൊക്കെ സാധാരണ വ്യഭിചാരം. എന്നാൽ ഇവിടെ കുറച്ചും കൂടെ കടുപ്പം കൂടും. കാരണം എന്താ? കുയ്യക്ക് കാല് നീട്ടാനായിട്ട് എന്നിട്ട് തന്തക്ക് പണിതാണ്. പിന്നെ അള്ള വിടുവോ? ശൈഖുൻ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സനെ അള്ളാഹ് കണ്ടൂടാ. മിണ്ടനല്ല, മോത്തക്ക നോക്കൂല. ഇതൊരു ഫാഷനായി മാറിയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മധ്യവയസ്കരുടെ നിയന്ത്രണം വിട്ടുള്ള ജീവിതം പലപ്പോഴും പലയിടങ്ങളിലും പല മേഖലകളിലും ബന്ധപ്പെടുമ്പോൾ അങ്ങനെയാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ചത് വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറുപ്പക്കാരെക്കാൾ മോശാവുക താടിയും തലയൊക്കെ നരച്ചവരും. നബിതങ്ങൾ പറഞ്ഞു, നര വന്നു കഴിഞ്ഞാൽ അത് നൂറാണ്. വിശ്വാസിക്ക് നൂറാണ് നര. വിശ്വാസിക്ക് ഹൈബത്ത് വർദ്ധിപ്പിക്കും നര, വഖാർ വർദ്ധിപ്പിക്കും നര, അഥവാ ഗാംഭീര്യം വർദ്ധിപ്പിക്കും നര എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരച്ചവൻ നരക്കാത്തവനേക്കാൾ ജാഗ്രത പാലിക്കണമെന്ന് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പ്രമാണങ്ങൾ പറയാനുണ്ട് അതിനൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷയം അതിനെ ആയി പോവെന്ന് പേടിച്ചിട്ടാണ് ഇപ്പൊ ചുരുക്കും. അടുത്തതിലേക്ക് കടക്കണം. നരച്ചാല് ഒരു ബോധം വേണം. അതുകൊണ്ടല്ലേ ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞത്, ലൗ കുന്തു അഅലമു അന്നി മാ ഉവഖിറുഹു കതംതു സിർറൻ ബദാ ലീ മിൻഹു ബിൽ കതമി മൗലായ. എന്റെ തലയിൽ നര ബാധിച്ചിരിക്കുകയാണ്. എന്റെ തലയിൽ നര വന്നിറങ്ങിയിരിക്കുന്നു. ഈ നരയെ ഞാൻ ബഹുമാനിക്കേണ്ടിയിരുന്നു. നരച്ച ഞാൻ നരക്കാത്ത ചെറുപ്പക്കാരെ പോലെ നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാന് രണ്ട് തലയും കുമ്പളങ്ങ നരക്കും പോലെ നരച്ചിട്ട് ഇപ്പോഴും ഞാൻ പടച്ചോനും റസൂലുള്ളാഹിക്കും പൊരുത്തല്ലാത്ത കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ നടക്കുക. ഈ നരയെ ഞാൻ ആദരിക്കേണ്ടിയിരുന്നു. ഈ നരയെ, എന്റെ നരയെ ഞാൻ ആദരിക്കൽ എങ്ങനെയാ? ഒന്നും
കൂടെ നിസ്കാരം കൂട്ടുക, ഒന്നും കൂടെ ഖുർആനോത്ത് കൂട്ടുക, ഒന്നും കൂടെ ഹലാലു ഹറാമൊക്കെ നോക്കി ജീവിക്കാൻ നോക്കുക. അതാ നരച്ചവൻ നരയെ ആദരിക്കൽ. നരയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആരാന്റെ നരയെ ആദരിക്കൽ? നരച്ചോലെ കാണുമ്പോൾ എഴുന്നേറ്റിക്കല, ഓലെ ബഹുമാനിക്കലാണ്. പക്ഷെ നമ്മളെ നരനെ ആദരിക്കല് നിസ്കാരവും നോമ്പൊക്കെ ഒന്ന് ജോറാക്കല. നിസ്കാരം നോമ്പൊക്കെ ഒന്ന് ജോറാക്കലാണ് നമ്മൾ നരനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ. സ്വന്തം നരയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബോധം വേണം. പടച്ചോനെ, എനിക്ക് ഈ ബോധമല്ലെങ്കിൽ ഈ നരയെ ഞാൻ ആദരിക്കൂല, എനിക്ക് മുമ്പേ അറിയുമായിരുന്നെങ്കിൽ എന്റെ കന്നിനര തന്നെ, എന്റെ കന്നിനര എനിക്ക് നരച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ വെളുത്ത രോമങ്ങളെ കത്തം ചെടി കൊണ്ട് ഞാൻ മറച്ചു വെക്കുമായിരുന്നു, പെയിന്റ് ചെയ്ത് ഞാനത് മറച്ചു വെക്കുമായിരുന്നു. ഇമാം ബുസീരി തങ്ങൾ പറയാം, ഇത്ര വലിയ മാനക്കേട് എന്റെ ജീവിതത്തിൽ വരുമെങ്കിൽ, നരച്ചാലും ഞാൻ പാഠം പഠിക്കൂലെങ്കിൽ, നാട്ടുകാരെ കൊണ്ട് ഇക്കോലത്തിൽ ഞാൻ പറയിപ്പിക്കുമെന്ന് എനിക്ക് ആദ്യം അറിയുമെങ്കിൽ, ഞാൻ നരച്ച മുടി കറുപ്പിച്ചിട്ടെങ്കിലും കത്തം ചെടി കൊണ്ട് ചായം പിടിപ്പിച്ചിട്ടെങ്കിലും അത് നരപ്പിക്കാനുള്ള വർത്താനല്ല. കേൾക്കണം, അതിന്റെ അർത്ഥം ഞാൻ നരപ്പിക്കുന്നല്ല, മുടി കറുപ്പിക്കുന്നല്ല, ഞാൻ മുടി കറുപ്പിക്കുന്നല്ല, മുടി കറുപ്പിക്കാൻ പറ്റുന്നുവല്ല. മുടി കറുപ്പിക്കുന്നവർക്ക് നരച്ച മുടി കറുപ്പിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. പഠിച്ചോനെ, എങ്ങനെയാണെങ്കിലും ഇപ്പൊ ആകെ വിഷയം തന്നെ അല്ലേ. എത്ര എണ്ണ നേരം വെളുത്താ പൈന്ത് ചെയ്യാം. ഞാനൊരിക്കല് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ ഞാൻ ഒരാഴ്ച അദ്ദേഹത്തെ കണ്ടപ്പോ, ക്ലാസ്സിന് വരുമ്പോ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. ഇയാളിങ്ങോട്ട് ഉഷാറായിരിക്കുന്നു. എനിക്ക് തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ്. ഞാൻ ഇയാളോട് പറഞ്ഞു, ആചാര്യ ഒരു 20 വയസ്സ് കുറഞ്ഞിട്ടല്ലോ ആചാര്യക്ക്, കഴിഞ്ഞ ആഴ്ചത്തെക്കാൾ 20 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്, എന്തത് സംഭവിച്ചെന്ന് വെച്ചു. അപ്പൊ ഇയാൾ മുഖം പൊത്തിച്ചിരിക്കുക, ഇയാൾ കാര്യം പറയണില്ല. എനിക്കാണെങ്കിൽ പിടുത്തം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ അയാൾ നരച്ചിട്ടുണ്ട് എന്നുള്ള ബോധവും എനിക്കില്ല, ഇപ്പം മുടി കറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധവും ഇല്ല, അതൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെയല്ല, ആൾക്കൊരു 20 വയസ്സെന്ന് ചുരുങ്ങിയിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് അയാൾ പറഞ്ഞു, ഉസ്താദേ മുടിയൊന്ന് പെയിന്റ് ചെയ്തിരുന്നു. അപ്പോഴാ പിന്നെ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തത്. ആദ്യമായി നരച്ച മുടി കറുപ്പിച്ചത് ഫിർഔനുൽ ലഈനാൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ മുടി ആദ്യമായി കറുപ്പിച്ച പഹയൻ ഫറോവയാണ്. നരച്ച മുടി കറുപ്പിച്ചത് ഫറോവയാണ്. ആദ്യമായി ലോകത്ത് നര വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ് ആദ്യമായിട്ട് നരച്ചത്. നരച്ചപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അത്ഭുതത്തോടു കൂടെ പടച്ചോനോട് ചോദിച്ചു, എന്താ പടച്ചോനെ ഇത്? ഒരു താടി രോമം അങ്ങനെ വെളുത്തിരിക്കുന്നു. മഹാനവറുകൾ ചോദിച്ചു, മഹാദാ യാ റബ്ബ്, എന്താ പടച്ചോനെ ഇത്? ഒരു വെളുത്ത മുടി, വലിയ താടിയാണ്, നീണ്ട താടിയാണ്. പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഹാദാ വഖാറുൽ ലക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഇത് നിങ്ങൾക്ക് ഗാംഭീര്യാണ്, കാര്യത്തിനാണ്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഇതുകൊണ്ട് ബഹുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബി സിദ്നി, പടച്ചോനെ അങ്ങനെ കാര്യമായ സംഗതിക്ക് എന്തിനെങ്കിലും ആണ് നീ ഇത് തന്നതെങ്കിൽ അതങ്ങ് വർദ്ധിപ്പിച്ചാളാ റബ്ബേ എന്ന് പറഞ്ഞു. ആ ഒറ്റ രാത്രി കൊണ്ട് ഇബ്രാഹിം നബി മുഴുവൻ അങ്ങ് നരച്ചു. അങ്ങനെയുണ്ടല്ലോ ചില ദുആ അപ്പൊ തന്നെ കിട്ടിക്കാളും. കിട്ടി. ആ രാത്രി കൊണ്ട് നരച്ചു, കംപ്ലീറ്റ് നരച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറ്റേന്ന് പുറത്തിറങ്ങിയപ്പം അതുവരെ ദഅവത്തുമായിട്ട് ഓടി നടന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറ്റേന്ന് അങ്ങാടിക്ക് ഇങ്ങനെ വന്നപ്പോ, ഇബ്രാഹിം നബി വന്നപ്പോ അതുവരെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തവരൊക്കെ എഴുന്നേൽക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, മുതലായി പഠിച്ചോനെ, മുതലായി. കാരണം എന്താ? ഈ നരമുള്ളതുകൊണ്ടാണല്ലോ ഇവരെ എണീറ്റുന്നത്. ഇതാണ് ഹാദാ വഖാറുൽ ലക യാ ഇബ്രാഹിം, ഹാദാ വഖാറുൽ ലക യാ ഇബ്രാഹിം. പക്ഷെ ഞമ്മക്ക് ഈ വഖാറൊന്നും വേണ്ട അല്ലേ? നമ്മളെ മൈൻഡ് അതാണ്, ഈ വഖാറൊന്നും വേണ്ട, നേരം വെളുത്ത പെയിന്റിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്, ഇതിൽ വെള്ളം ചേരാത്ത പെയിന്റ് പോലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹറാമും എന്നൊക്കെ വിടും വിഷയം. ഒറ്റ നിസ്കാരം ശരിയാവൂല അല്ലേ? കവറായിട്ട് ഇങ്ങനെ ഊരിപ്പോരുന്ന തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട് അത്രേ. പെയിന്റ് ആണെങ്കിലാണ് കറുപ്പാകുമ്പോ ഹറാം, അതേസമയം മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. കറുപ്പാണ് ഹറാം, മൈലാഞ്ചി ഇടൽ സുന്നത്താ. എന്നാലോ ആ പറഞ്ഞിടത്ത് തന്നെ അത് ശരിക്കും മറയുണ്ടെങ്കിൽ, വെള്ളം ചേരുന്നതിനെ തടയുന്ന മറയുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കണം. ജനാബത്ത് കുളിച്ചാൽ കുളി ശരിയാവില്ല, ഉളു എടുത്താൽ ഈ മുടിയിലേക്ക് വെള്ളം ചേരൂല,
ഒക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നല്ല നിലക്ക് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മഹാനവറുകൾ പറയാണ്, ഈ നരയെ ആദരിക്കൂല എന്ന് മുൻകൂട്ടി എനിക്ക് ധാരണയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു, അല്ല ഞാൻ മറച്ചു പിടിക്കുമായിരുന്നു. എന്നാലും മനുഷ്യന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂലായിരുന്നു. 2 തലി നരച്ച തന്ത ഈ വേണ്ടാത്തരം ചെയ്ത് നടക്കണമെന്ന് ഞാൻ പറയിപ്പിക്കൂലായിരുന്നു. ഇമാം ബൂസിരി പറയാം. ബൂസിരി ഇമാം ഒന്നും ചെയ്തിട്ടല്ലോ, അത് അവിടുത്തെ വിനയം കൊണ്ട് പാടിയതാ. ഞമ്മക്ക് വയലു പറഞ്ഞു തരിക, അതാണ് അവരുടെ കവിത. സ്വന്തം ജീവിതത്തിന്റെ ചിത്രങ്ങളല്ല അത്, ഞമ്മക്ക് വയലു പറഞ്ഞു തരിക. നമ്മളെയൊക്കെ ഉദ്ദേശിച്ചാണ് ആ പാടിയത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഒന്ന് ശൈഖുൻ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സൻ. 2 വമലിക്കുൻ കദ്ദാബ്, കള്ളനായ രാജാവ്, കള്ളം പറയുന്ന രാജാവ്. വായിലും മുസ്തക്ബിറുൻ, അഹങ്കാരിയായ ദരിദ്രൻ, അഹങ്കാരിയായ ദരിദ്രൻ. ഭരണാധികാരി കള്ളം പറയാൻ പാടില്ല, പറഞ്ഞത് പാലിക്കണം, സത്യം മാത്രം പറയണം, ഭരണീയരെ പറ്റിക്കരുത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഭരണ രംഗം മൊത്തം മോശമായി കിടക്കുന്ന ഒരു സമയത്താണ്. നമ്മൾ ആരെങ്കിലും വ്യക്തിപരമായിട്ടൊന്നും പറയേണ്ടതില്ല. എല്ലാവരും നന്നാവാൻ ശ്രമിക്കുക, ഭരണാധികാരികളൊക്കെ നന്നാവാൻ ശ്രമിക്കുക, അത്രമാത്രം പറയാണ്. മൂന്നാമത്തേത് വായിലും മുസ്തക്ബിർ, ഇത് നമ്മളുടെ ഇടയിലുള്ള സോക്കേടാ. വായിലും മുസ്തക്ബിർ, അഹങ്കാരമുള്ള സാധു. 10 പൈസന്റെ വകുപ്പ് മൂപ്പർക്കില്ല, കിബർ എടുക്കാൻ മാത്രമുണ്ട്. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. പണ്ടൊക്കെ സാധുക്കളാണെങ്കിൽ ഒരു ഒതുക്കുണ്ടാവും, കുറച്ച് മുതലും 4 ആളും 10 ഉറുപ്പിയൊക്കെ ഉണ്ടാവുമ്പോഴേ മനുഷ്യൻ ഇങ്ങനെ തള്ളവരലിൽ നടക്കുന്ന സ്വഭാവം ഉണ്ടാവുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, സാധുക്കൾക്ക് വലിയ കിബർ. നബി പറഞ്ഞു, കിബറനായ സാധുവിന്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുതലാളിക്ക് കിബർ കാട്ടാനാ? ഇല്ല, മുതലാളി കിബർ കാട്ടിയ അള്ളാഹ്ക്ക് വെറുപ്പാണ്. പക്ഷെ സാധു കിബർ കാട്ടുമ്പോ കൂടുതൽ വെറുപ്പുണ്ടാകാൻ കാരണം ഏതുപോലെ? യുവാവ് വ്യഭിചരിച്ചാൽ അള്ളാഹ്ക്ക് ദേഷ്യാണ്, പക്ഷെ വയസ്സൻ വ്യഭിചരിക്കുമ്പോ കൂടുതൽ അയാളോട് ദേഷ്യം തോന്നാൻ കാരണം എന്താ? അവൻ വ്യഭിചരിച്ചത് ചോരത്തളപ്പുള്ള കാല, ചെയ്യാൻ പാടില്ല, വളരെ മോശം, ചെയ്തു പോയി, മഹാമോശമായി പോയി. എന്നാലും ചോരത്തളപ്പുള്ള കാലം, ചോരത്തളപ്പ് കൊണ്ട് ചെയ്തതാന്ന് പറയാം. ഈ എണീക്കാൻ വയ്യാത്ത തന്ത ഈ എന്തിനാ പണിയെടുത്തത്? ഇതാണ് അള്ളാന്റെ ചോദ്യം. അതേ സമയം അതേ ചോദ്യം തന്നെയാ ഇവിടെ. അപ്പുറത്ത് അബൂബക്കറാജി, അയാൾക്ക് കുറച്ച് തലക്കനമുണ്ട്, ഹെഡ് വെയിറ്റ് ഉണ്ട്, അയാൾ കുറച്ച് ധിക്കാരിയാണ്, അഹങ്കാരമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അയാൾക്ക് 10 ഉറുപ്പുണ്ട് ചങ്ങാതി, 4 ആള് ബാക്കിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അഹങ്കരിക്കാൻ പറ്റില്ല. അയാൾ തള്ളവരലിൽ നടക്കാനൊന്നും പറ്റൂല, അള്ളാഹ് ചോദ്യം ചെയ്യും. അതിലും വലിയ ഖാറൂൻ മുതലാളിയെ അള്ളാഹ് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുതലാളിമാരും അഹങ്കരിക്കണ്ട. പക്ഷേ സാധുക്കൾ അഹങ്കരിക്കുമ്പോ അള്ളാഹ് പറയാണ്, എടോ 10 ഉറുപ്പ്യല്ല, 4 ആളില്ല, നീ ഒറ്റാന്തടി, അള്ളാഹ് നിനക്ക് കുറച്ച് ആരോഗ്യം തന്നു, അതിനപ്പുറം ഒന്നുമില്ല. എന്നിട്ട് ഈ എന്തിനാ ഈ അഹങ്കരിക്കണത്? എന്തിനാ അഹങ്കരിക്കുന്നത്? അപ്പൊ 10 ഉറുപ്പ്യം കൂടെ എൻ്റെ കുട്ടിന്റെ കയ്യിലുണ്ടെങ്കിലോ? ഇതാണ് അള്ളാന്റെ ചോദ്യം. ഇവിടെ ആവശ്യം 10 ഉറുപ്പ്യം കൂടെ നിനക്ക് തന്നിനെങ്കിലോ, ഒരു 4 ആളുകളുടെ ആൾ സ്വാധീനം തന്നിരുന്നെങ്കിലോ, നീ ഈ ഭൂമി കുട്ടിച്ചോറാക്കൂലേ? വെറുതെ അല്ല നിന്നെ ഫക്കീറാക്കിയത്. ഇതാണ് ആയിലും മുസ്തക്ബിർ, അഹങ്കാരിയായ ആയില്, സാധു, ദരിദ്രൻ. അയാളെ അള്ളാഹു അയാളെ നോക്കുക തന്നെ ഇല്ല, മിണ്ടൂല അയാളോട്. എത്ര കടുപ്പത്തിലാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. ചിന്തിക്കണം. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ അള്ളാഹ്. ഞാൻ അവസാനം ദുആർക്കാറില്ല, പക്ഷെ ഈ ഇടക്ക് നടത്തുന്ന ദുആ നിങ്ങളൊന്ന് അമർത്തി ആമീൻ പറയണം. അതാ നമ്മളെ ദുആ. മാത്രമല്ല അത് പറയുമ്പോൾ ശരിക്കും മനസ്സിൽ തട്ടും ചെയ്യും. മറ്റേത് നിങ്ങൾ ആമീൻ പറയുമ്പോൾ നിർത്തി കിട്ടിയെങ്കിൽ ആമീൻ ഞങ്ങൾ പറയണത്, അത് നമുക്കറിയാം, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇതങ്ങനെയല്ല, ഇത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആമീൻ പറയുന്നത് ഓരോ വിഷയങ്ങളും പറയുമ്പോൾ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും ദുആ ചെയ്തു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, നബിയെ പടച്ചോന്റെ അടുത്ത് ഏറ്റവും വലിയ പാപം എന്താണ്? അള്ളാന്റെ അടുത്തൊരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്താണ്? അയ്യുദ്ദംബി അഅ്ളമു, ഏറ്റവും വലിയ പാപം
ഏതാ തങ്ങളെ പടച്ച റബ്ബിന്റെ അടുത്ത്? അയ്യു ദംബി അഅ്ളമു, ഏറ്റവും വലിയ പാപം ഏതാണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിന് തുല്യന്മാരുണ്ടെന്ന്, സമന്മാരുണ്ടെന്ന്, തുല്യരുണ്ടെന്ന് നീ വിശ്വസിക്കലാണ്. നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹ് ഒറ്റക്ക്, എന്നിട്ടോ അള്ളാന്റെ ഒപ്പം വേറെ ആളുണ്ട് എന്ന് നീ വിശ്വസിച്ച് നടക്കുക. ശിർക്ക്, ബഹുദൈവാരാധന. അള്ളാഹിനോടൊപ്പം മറ്റുള്ളവരെ പങ്കു ചേർക്കുക. പഠിച്ചത് അല്ലാഹ് ഒറ്റക്ക്, ഭക്ഷണം തരുന്നത് അല്ലാഹ് ഒറ്റക്ക്, വെള്ളം തരുന്നത് അല്ലാഹ് ഒറ്റക്ക്, ആകാശവും ഭൂമിയും വായുവും ഒക്കെ സംവിധാനിച്ച് പടച്ചോനൊറ്റക്ക്. ഇബാദത്തോ പലർക്കും പറ്റൂല, അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, അഥവാ ശിർക്ക്. നിൽക്കട്ടെ, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാനാ പറയുന്നു. ശിർക്കാണ് ഏറ്റവും വലിയ തെറ്റ്. ഇന്ന ദാലിക ലഅദീം. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത് ഗൗരവമുള്ള പാപം തന്നെയാണെന്ന് നബിയെ ഞമ്മക്കറിയാം. സുമ്മയ്യോൻ, അത് കഴിഞ്ഞാ പിന്നെ ഏതാ തങ്ങളെ? അത് ഗൗരവമുള്ളതെന്ന് എനിക്കറിയാം, പക്ഷെ പിന്നെ ഏതാണ് എന്ന് വെച്ചു. ഖാല, അപ്പൊ നബി പറഞ്ഞു, അൻത ഖുതുല വലദക ഖശിയത അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുമോ എന്ന് ഭയന്നിട്ട് നിന്റെ കുട്ടിയെ നീ കൊന്നുകളയലാണ്. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവനും ഉണ്ടാകും, റേഷൻ ഷാപ്പിൽ നിന്ന് ഇനി അവനും അരി വാങ്ങേണ്ടി വരുന്ന പേടിച്ചിട്ടൊരു കുട്ടിനെ കൊണ്ടുപോയി കൊല്ലുക. അത് നമ്മളെ ഇടയിലുണ്ടോ? ഉണ്ട്. 2 കുട്ടികളുണ്ട്, അല്ലെ 3 കുട്ടികളുണ്ട്. ഭാര്യ പറഞ്ഞു, പിന്നെ അടുത്തതും ഗർഭമായിട്ടുണ്ട് എന്നാ തോന്നുന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പം 3 ആവശ്യത്തിന് ഉണ്ട്. ഇതന്നെ നമുക്ക് നോക്കി പോറ്റി കൊണ്ടിടക്കാൻ കഴിയണില്ല. അത്യാവശ്യം മാനം കെടാത്ത ഒരു ജോലിയും പറയിപ്പിക്കാത്ത ഒരു ശമ്പളവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഉണ്ടായാൽ നമ്മൾ തൊണ്ടുട്ടോ, ഇവിടെ നിർത്തുക. ഒരു കാര്യം ചെയ്യാ, ഹോസ്പിറ്റലിൽ പോവാ, പിറ്റേന്ന് കൊണ്ടുപോവാണ്, അബോർഷനാക്കി കളയാണ്, ഈ കുട്ടിയെ കൊന്നുകളയുന്നു. അല്ലേ, ഗർഭപാത്രത്തിലിട്ട് നുറുക്കിക്കളയാണ് കുഞ്ഞുങ്ങളെ. വിഷയം ഗൗരവത്തോടെ കാണണം. എന്താ വിഷയം? മുത്തുനബി പറഞ്ഞു, ഖശിയതാൻ യത്അമ മഅക, നിന്റെ ഭക്ഷണത്തിൽ അവനും കൂറാകുമോ എന്ന് പേടിച്ചിട്ട്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ചിട്ട് നിന്റെ കുട്ടിയെ നീ കൊന്നുകളയരുത്. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു പറയുന്നു ഖുർആനില്, മുഅ്മിനീങ്ങളെ ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത് കേട്ടോ. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്. എത്ര ആളുകള് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുന്നു. സന്താന നിയന്ത്രണങ്ങള്, ഉണ്ടായിപ്പോയ കുഞ്ഞുങ്ങളെ അബോർഷനാക്കാൻ ഒരു വകുപ്പുമില്ല, പാടെ പ്രസവം നിർത്താനും. ഇനി പ്രസവിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുകയാണെങ്കിൽ പ്രസവം നിർത്താം, അതല്ലാതെ പ്രസവം നിർത്താനും പാടില്ല. മാത്രമല്ല, ഉണ്ടായിപ്പോയ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഇങ്ങനെ കൊല ചെയ്യാൻ വിട്ടുകൊടുക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജാഹിലിയത്തിലെ ആ സംസ്കാരം, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകലാം. ദയവ് ചെയ്ത് ചെയ്യരുത്. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. എന്താ കാരണം? നഹ്നു നർസുഖുഹും വഇയ്യാകും, അല്ലാഹു തആല പറഞ്ഞു, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാ. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാ. സ്വന്തം മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, സ്വന്തം മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞത് മഹാപാപമാകുന്നു. ഖുർആൻ, മഹാപാപമാകുന്നു. മക്കളെ കൊല്ലരുത്. അല്ലെങ്കിലും നിങ്ങൾ നോക്കും, മനുഷ്യന് മാത്രമുള്ളൊരു പേടിയാണല്ലോ ഇത്, അല്ലേ? മനുഷ്യനല്ലാത്ത ഏതെങ്കിലും ഒരു ജീവി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെറുവാടിയിൽ നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ഇത്തവണ ചോദിച്ചു. പ്രഭാഷണം നടത്തുമ്പോൾ ഇതുപോലൊരു വിഷയം എവിടെയോ പരാമർശിച്ചു. സൂറത്തുൻ നബ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പട്ടിണി ഭയന്നുകൊണ്ട്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുകയാണെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒരു തമ്മാടിത്താണ്. അള്ളാന്റെ പഠിപ്പുകളുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് ഒരു കോഴി. ആ കോഴി അതിന്റെ മുട്ട നമ്മൾ അടക്ക് വെച്ചു കൊടുത്താൽ ആ മുട്ടയിൽ അടയിരുന്ന കോഴി 21ാമത്തെ ദിവസം മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് വരും. ചെറുപ്പത്തിലേക്ക് പോകണം. കാരണം ഇപ്പൊ ഇതൊന്നും പൊരേ കാണാൻ കഴിയൂല. നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്നത് കണ്ടിരുന്നു അല്ലെ? അങ്ങനെ വിരിഞ്ഞിങ്ങനെ ഇറങ്ങിയാൽ നമുക്കതൊരു തമാശയാണ്. അങ്ങനെ നോക്കി നിൽക്കും. ഈ തള്ളക്കോഴിയുടെ ചുറ്റുമുള്ള കുട്ടികൾ 25 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഒരു തള്ളക്കോഴിക്ക് 21 മുട്ട, 23 മുട്ട, 25 മുട്ട. അപ്പൊ ഈ തള്ളക്കോഴി ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചോൻ ഇതൊക്കെ പാടെ പോറ്റേണ്ടിയ ഞാനാ. തള്ളക്കോഴി ഇങ്ങനെ ചിന്തിക്കാൻ, ഈ 25 ഞാൻ തിന്നാൻ കൊടുക്കുക, എന്നോട് ഒന്നേ കൊണ്ടിടക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ 2 കൊണ്ടിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3 കൊണ്ടിടക്കാൻ പറ്റുള്ളൂ. എത്രയാ തള്ളക്കോഴിയുടെ കഴിവിൽ ഒതുങ്ങാൻ നോക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ തള്ളക്കോഴിക്ക് എന്ത് എളുപ്പം നമ്മൾ ഓരോ മുട്ട കൊടുത്താൽ മതി, ഒക്കെ ചാവും. അത് കൊത്തിക്കൊന്നിട്ടില്ല, ഒന്നിനെ പോലും കൊത്തിക്കൊന്നിട്ടില്ല. എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടൊരു കോഴിത്തള്ളയും ഒരു കുഞ്ഞിനെയും കൊത്തിക്കൊന്നിട്ടില്ല. അങ്ങാടിയിൽ നടക്കുന്ന തെരുവു പട്ടികളെ കണ്ടില്ലേ നിങ്ങള്? ആ തെരുവു പട്ടി പ്രസവിക്കുമ്പോ 8ഉം 9ഉം ഒക്കെ മക്കള്. ആ തെരുവു പട്ടി ആ മക്കളെയും ഏറ്റിയിട്ട് നമ്മളെ ആരുടെയും വാതിൽക്കൽ വന്നിട്ടില്ല. ഇത് 4 എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങൾ ഏറ്റെടുക്കോ എന്ന് ചോദിച്ചിട്ട് ആ തള്ളപ്പട്ടി മാത്രം അതിനെ പോറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഈ തള്ളപ്പട്ടിയുടെ മുല കുടിച്ച് തള്ളപ്പട്ടിയെ കണ്ടാൽ എല്ലും കോട്ടലുമായിട്ടുണ്ടാകും, കൊണ്ട് ഒട്ടിയിട്ടുണ്ടാകും. ശരീരമൊക്കെ മൊത്തം ഇങ്ങോട്ട് ഒരു അസ്ഥികൂടമായി മാറിയിട്ടുണ്ടാകും പ്രസവിച്ചൊരു 2 ആഴ്ച കഴിയുമ്പോൾ. അപ്പൊ ഇന്നലെ മിനിയാന്ന് അല്ല 15 ദിവസം മുമ്പ് പ്രസവിച്ച ഈ പട്ടിക്കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നു. അവയെ നമ്മൾ കണ്ടാലോ നല്ല കുട്ടപ്പന്മാരില്ലേ, നല്ല വണ്ണുണ്ട്, നല്ല ഉരുളിച്ചുള്ള മക്കള്. ആ മക്കൾ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ഇങ്ങനെ നടക്കും. ആരാ പോറ്റിണ്ടാക്കിയത്? ഒറ്റ തള്ളപ്പട്ടി. ഈ തള്ളപ്പട്ടിയാ പോറ്റി വളർത്തിയത്. തള്ളപ്പട്ടി നമ്മളെയൊന്നും വാതിൽക്കൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടത്തെ നായക്ക് പോലും അറിയാം, പട്ടിക്കറിയാം, എല്ലാ മൃഗങ്ങൾക്കും അറിയാം, എല്ലാ പക്ഷികൾക്കും അറിയാം, അല്ലാഹുവാണ് റസ്സാഖ്. പടച്ചോനാ ഭക്ഷണം തരുന്നത്. എത്ര എണ്ണം കയ്യിലുണ്ടെങ്കിലും അതിനുള്ള മാർഗവും അല്ലാഹു തരും. ആ വിശ്വാസമില്ലാത്തത് മനുഷ്യൻ എന്ന് പറഞ്ഞ നന്ദി കെട്ട വർഗം മാത്രമാണ്. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം ഇതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങള് ദാരിദ്ര്യം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും മക്കളെ കൊല്ലാൻ പാടില്ല. അത് കഴിഞ്ഞു. മുത്തുനബി ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, നബിയേ അത് തെറ്റാണെന്ന് എനിക്കറിയാം, സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്, പിന്നെ ഏതാ വലിയ തെറ്റ്? അതാണ് ഇപ്പൊ നമ്മളെ വിഷയം. അത് പറയാനപ്പോ ഞാൻ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്. സുമ്മ അയ്യൊന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞത്, അന്തസിനിയ ബിഹലീലത്തി ജാരിക, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. എന്ത്? അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുക. ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാള് സ്വന്തം അയൽപക്കത്തുള്ള ഒരു സഹോദരന്റെ ഭാര്യയെ വ്യഭിചരിക്കൽ അതിനേക്കാൾ എത്രയോ ശക്തി കുറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കൽ. ഹദീസ് ഓതാം, പുറത്തുള്ള 10 പെണ്ണുങ്ങളുമായിട്ടൊരു മനുഷ്യൻ വ്യഭിചരിക്കൽ, ഒരു പുരുഷൻ പുറത്തുള്ള 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കൽ, ഐസറു അലൈഹി, അത് അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. മിൻ അയ്യസിനിയ ബിഹലീലത്തി ജാരിഹി, സ്വന്തം അയൽക്കാരന്റെ ഒരു ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒറ്റ പെണ്ണ്, പക്ഷെ അത് അയൽക്കാരന്റെ ഭാര്യയായി പോയി. അപ്പൊ എന്താ? പുറത്തുള്ള 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാ നേരത്തെ പറഞ്ഞതുപോലെ? അല്ല, അത് വലിയ തെറ്റാണ്. അത് നേരത്തെ ഇതുവരെ നിങ്ങൾ കേട്ട വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ കടുപ്പൊക്കെ അതിനുണ്ട്. പക്ഷേ 10 പെണ്ണുങ്ങളെ വ്യഭിചരിച്ച കുറ്റാണ് അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിച്ചാൽ. കാരണം അയൽക്കാരൻ, നിങ്ങളൊക്കെ അയൽപക്കത്തുണ്ടല്ലോ എന്ന് കരുതി അവന്റെ ഭാര്യക്ക് സംരക്ഷണം ഉണ്ടാകും എന്ന് കരുതിയാ ഗൾഫിൽ പോയത്. ആ വീട്ടിൽ കയറി നിങ്ങൾ കളിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അയൽക്കാരനെ പറ്റിച്ചു, അയൽപക്ക ബന്ധത്തിനുടക്ക് വെച്ചു.
ബന്ധം മുടക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഗൗരവമായത്. ബന്ധം പൊളിയാൻ പാടില്ല. ശ്രദ്ധിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ മുത്തുനബിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താ അല്ലേ? നോക്ക്, നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് മുത്തുനബി സംസാരിക്കുന്നത്. കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വേണ്ടത് എന്ന് ആരുമാണ് പറഞ്ഞു പോകുന്നു. അങ്ങനത്തെ വർത്താനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മുത്തുനബി ഇതങ്ങ് പറഞ്ഞു തീരുകയാണ് ഇയാളോട്. ശിർക്കാണ് ഒന്നാമത്തെ തെറ്റ്. 2 മനുഷ്യനെ കൊല്ലലാണ്. കുട്ടിയെ കൊല്ലുക, അത് മനുഷ്യനെ കൊല്ലുക എന്നാണ് അതിന്റെ ആശയം. കുട്ടിനെ കൊല്ലുക എന്നൊന്നും കൂടെ ഗൗരവമുള്ളത് പറഞ്ഞ. അതുപോലെ തന്നെ വ്യഭിചാരമാണ് മൂന്നാമത്തേത്. അത് അയൽക്കാരന്റെ ഭാര്യയാന്ന് ഏറ്റവും സ്ട്രോങ് ഉള്ളത് പറഞ്ഞതാ. എന്നിട്ട് ഇത് മുത്തുനബി അങ്ങ് പറഞ്ഞു നിർത്തുമ്പോഴേക്ക് അതാ വരുന്നു ജിബ്രീൽ. ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുത്തു, വല്ലദീന ലാ യദുഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. സ്വർഗ്ഗത്തിൽ പോകുന്നവരാരാ? വല്ലദീന ലാ യദുഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കാത്തവരാണ്. 1, അവ ശിർക്കാണല്ലോ നബി പറഞ്ഞത്. അപ്പൊ ഒന്നതായി. 2, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അല്ലാഹു നിഷിദ്ധമാക്കിയ ശരീരത്തെ കൊന്നുകളയലാണ്. അന്യായമായി അല്ലാഹ് നിഷിദ്ധമാക്കിയ ശരീരത്തെ കൊന്നുകളയലാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ഗൗരവത്തോടെ കാണണം കേസ്. അതാണ് നബി തങ്ങൾ രണ്ടാമത് മകനെ, കുട്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞത്. കടുപ്പുള്ളത് പറഞ്ഞതാ, കൊല്ലാൻ പാടില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കാനും പാടില്ല. ഈ ആയത്തിറങ്ങിയത് അപ്പോഴാ. നബി തങ്ങൾ ഈ ആൻസർ അങ്ങ് കൊടുത്തപ്പോ അതിനെ പിന്തുണച്ചുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് അല്ലാഹു ഉടനെ തന്നെ ഇറക്കി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, അറിയാതെയൊക്കെ കല്യാണം കഴിഞ്ഞ ആ മാസത്തിൽ തന്നെ ഗർഭം പിടിച്ചപ്പോൾ ആരെങ്കിലും ഇപ്പം തന്നെ ഉണ്ടായ മാനക്കേടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടേ അബോർഷനാക്കിയവരൊക്കെ ഉണ്ടാവും. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യരുത്, ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ താൽക്കാലിക നിയന്ത്രണങ്ങളാവാം എന്ന് ഫിഖ്ഹ് പറയുന്നുണ്ട്. താൽക്കാലിക നിയന്ത്രണങ്ങൾ ഗർഭത്തിന്റെ കാര്യത്തിൽ. എന്നേക്കും പ്രസവം നിർത്തിവെക്കൽ പറ്റൂല. താൽക്കാലിക നിയന്ത്രണം അത്ര മതിയല്ലോ, പറഞ്ഞാൽ തിരിയല്ലോ. ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ അതും ചെയ്യരുത്. ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം, അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് തർബിയത്തുൽ ഔലാദ്, താഴെ ചുവട്ടിലുള്ള കുഞ്ഞിന് നല്ല പരിപാലനം ലഭിക്കണം, അവനെ ശരിക്കും വളർത്താൻ പറ്റണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തിൽ ഒരാള് അടുത്ത കുട്ടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. താൽക്കാലിക നിയന്ത്രണങ്ങളാവാം. ആ നിയന്ത്രണവും തടസ്സവും മാറ്റിയാൽ വീണ്ടും ഗർഭിണിയാവും. അത്തരം നിയന്ത്രണങ്ങൾ ഇതാണ് വേണ്ടത്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കടുപ്പത്തിലാ സംസാരിക്കുന്നത്. അതിലേക്ക് ഇനിയും നമുക്ക് കടന്നു വരാം. പക്ഷെ ഇതിലെന്നെ കുടുങ്ങിപ്പോകുമെന്ന് പേടിയുണ്ട്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറയണം, സമയം കഴിഞ്ഞും തുടങ്ങി. കൂട്ടത്തിലൊരു കാര്യം, എൻ്റെ സ്ഥാപനത്തിലെ 2 മുത്താലിമീങ്ങൾ അവിടെ ഉണ്ട്. ആ മുത്താലിമീങ്ങൾ നിങ്ങളടുത്ത് വരും. സ്ഥാപനത്തിൻ്റെ ഒരു സോവനീർ അവർ നിങ്ങൾക്ക് തരും. എല്ലാവരും വാങ്ങണം. വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക എന്നല്ല, എല്ലാവരും. മുമ്പ് വാങ്ങിയവർ വാങ്ങണ്ട, ഏതെങ്കിലുമൊക്കെ സാസിന്ന് വാങ്ങിയവരുണ്ടാവും. ഇമ്പിച്ചാലി ഉസ്താദിൻ്റെ മെമ്മോറിയലാണ്, സ്മാരകമാണ് നമ്മുടെ സ്ഥാപനം. ഉസ്താദിന്റെ സ്മരണാർത്ഥം കെട്ടിപ്പൊക്കിയ സ്ഥാപനം. ഇമ്പിച്ചാലി ഉസ്താദ് എന്ന് പറഞ്ഞാൽ AP ഉസ്താദിന്റെ ഉസ്താദാണ്, CM വലിയുള്ളാഹിയുടെയും ഉസ്താദാണ് ഇമ്പിച്ചാലി ഉസ്താദ് കുറ്റിക്കാട്ടൂർ. അവരുടെ നാമധേയത്തിൽ കെട്ടിപ്പടുത്തതാണ് IMIC, ഇമ്പിച്ചാലി ഉസ്താദ് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ. അതിലെ കുട്ടികൾ അതിൻ്റെ സോവനീറുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 30 ഉറുപ്യ കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും വാങ്ങണം. ചെറിയ പൈസയേ ഉള്ളൂ, പരമാവധി ആളുകൾ വാങ്ങണം. അത് ആ കുട്ടികൾക്കുള്ള ഒരു സഹായമാണ്. നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പാഠം പഠിക്കും. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ പഠിപ്പിച്ച് കളയും. അത് ആ നിലക്ക് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്.
പടച്ചവനെ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ പടച്ചോനെ. അതുപോലെ തന്നെ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില ആളുകളുടെ ഒരു വീക്ക്നെസ് ആണ് സ്വവർഗരതി. പാടില്ല, സ്വവർഗരതി പാടില്ല. വളരെ ഗൗരവമാണിത്. സ്വവർഗരതിയുടെ ഭ്രാന്തന്മാരായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. ആ ജനതയെ അല്ലാഹു തആല അതാ വലിയൊരു ഭൂകമ്പത്തിലൂടെ ഭൂമി മുകളിലേക്ക് അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. അവരും ഭൂമിയുടെ മുകളിലുണ്ട്. മുകളിലേക്ക് അങ്ങ് പൊക്കിക്കൊണ്ടുപോയിട്ട് ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ, ഭൂമിയുടെ മുകൾ ഭാഗം അടിഭാഗമാക്കി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ തകർത്തത് സ്വന്തം വർഗത്തിൽ വൈകാരിക ദാഹം തീർക്കുന്നവരായിരുന്നു അവർ. പുരുഷന്മാരോടൊപ്പം വൈകാരിക ദാഹം തീർക്കുന്നവരായിരുന്നു. സ്വവർഗരതി പാടില്ല. ഖുർആൻ പറഞ്ഞു, എത്ര കടുപ്പത്തിലാ പറഞ്ഞത്. ആ ശിക്ഷ അവർക്ക് ഇറക്കിക്കൊടുത്തു. ആ ശിക്ഷ ഇറക്കിക്കൊടുത്ത സ്ഥലമാണ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും കുഴിഞ്ഞ പ്രദേശം. ഇന്ന് ഭൂമിയിലെ ഏറ്റവും കുഴിഞ്ഞ പ്രദേശം അതെവിടെയെന്നറിയോ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം. അന്ന് ആ സമുദായത്തെ അള്ള മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പപ്പടം മറിച്ചിടും പോലെ അങ്ങോട്ട് മറിച്ചിട്ടു ആ ഭൂമി. അങ്ങനെ ഭൂമി അങ്ങ് താഴ്ന്നു പോയി. ഒരു വലിയ ഭൂകമ്പം. ഇന്ന് ചരിത്രകാരന്മാർ, ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് ഈ ഡെഡ് സീ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്താണ്. ചാവുകടൽ, ഡെഡ് സീ, ചാവുകടൽ. അത് എങ്ങനെ ചാവുകടൽ രൂപപ്പെട്ടു എന്നൊരു അന്വേഷണം നടത്തിയപ്പോ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, ഭൗമനിരീക്ഷകരുടെ അഭിപ്രായം, മുമ്പ് നടന്നുപോയ ഒരു വലിയ ഭൂകമ്പത്തിന്റെ ഫലമായിട്ടാണ് ഡെഡ് സീ രൂപപ്പെട്ടത്. അത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതക്ക് അള്ള കൊടുത്ത അദാബായിരുന്നു. കാര്യം എന്താ? സ്വവർഗരതി ഭ്രാന്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ആ ശിക്ഷ കൊടുത്തത്. ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അള്ള പറഞ്ഞത് ഫമനിബ്തഗ വറാഅ ദാലിക്, ഇപ്പറഞ്ഞ സ്വന്തം ഇണകളിലും ഹലാലായ അടിമകളിലും അതിന്റെ അപ്പുറത്തേക്കുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടിയാൽ എന്ന് പറഞ്ഞാൽ ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്താൽ എന്നാ അതിന്റെ അർത്ഥം. ഫമനിബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഖുർആൻ ഇതിനെ വിമർശിച്ചത് ഒരു ചോദ്യത്തിലൂടെയാണ്. ആ ചോദ്യം കേട്ടാൽ തന്നെ ആ ഏർപ്പാടിന് പിന്നെ ലോകത്തൊരാളും പോകൂല. അതൂന ദുക്റാന മിനൽ ആലമീൻ വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. അതൂന ദുക്റാന മിനൽ ആലമീൻ. ഈ മാലോകരിൽപ്പെട്ട നിങ്ങളുടെ സ്വന്തം വർഗമായ പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുകയാണോ നിങ്ങളുടെ വൈകാരിക ദാഹം തീർക്കാൻ? എന്നിട്ട് വതദറൂന മാ ഖലഖ ലക്കും, പ്രകൃതിപരമായി മാ ഖലഖ ലക്കും റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് പടച്ചൊരുക്കി തന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളായ സഹോദരിമാരെ ഇട്ടേച്ച് നിങ്ങൾ സ്വന്തം വർഗത്തിന്റെ പിന്നാലെ പോവുകയോ? ബല്ലംതും ഖൗമും മഅദൂൻ, അല്ല, നിങ്ങൾ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച, മുഴുവൻ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പേടിക്കണം, പേടിക്കണം. സുബ്ഹാന മൻ ജല്ല ജലാലു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ജീവിച്ചിരുന്നത് സദൂമിലായിരുന്നു. അതിനെയാണ് സഡോം എന്ന് വിളിക്കുന്നത്. ഈ രാജ്യത്തെയാണ് സഡോം. അതുകൊണ്ടായിരിക്കും ഈ വൃത്തികെട്ട ഏർപ്പാടിന് സഡോമി എന്നാ പറയാറുള്ളത്. സഡോമി എന്ന് പറഞ്ഞാൽ സഡോം നാട്ടുകാരാണ് ഇതാദ്യം കാണിച്ചു കൊടുത്തത് ലോകത്തിന്. ലോകത്തിനാദ്യമായി ഇത് കാണിച്ചു കൊടുത്തത് അവരാണ്. ഇതിന്റെ മുമ്പ് ലോകത്ത് ഒരാളും നിങ്ങളെ മുമ്പ് ഈ ഏർപ്പാട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അപകടം ചെയ്യും. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അപകടം ചെയ്യും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും അങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. നീണ്ടുപോകുമെന്ന ഭയം കൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തുകളും
കരാറുകളും കീപ്പ് ചെയ്യുന്നവരാണ്. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. സാക്ഷ്യം വേണ്ടടുത്ത്, സാക്ഷ്യം വഹിക്കേണ്ടടുത്ത് അത് വേണ്ടതുപോലെ വഹിക്കുന്നവരുമാകുന്നു. ഇൻഷാ അല്ലാഹ് ആ 2-3 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മതി. അത് ചുരുക്കി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്നിട്ട് എന്നും ചൊല്ലുന്നത് പോലെ നമുക്ക് അംതത്വത്തിലൊരു ചൊല്ലണം, ഭംഗിയായിട്ട് ചൊല്ലണം. അത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ സദസ്സ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ അല്ലാ. എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതത്തിൽ അധികപ്പറ്റുകൾ വന്നുപോയെങ്കിൽ ആരൊക്കെയുണ്ടോ ഞങ്ങളെ കൂട്ടത്തിൽ, ഞങ്ങളൊക്കെ ചെയ്തവരാണ്. എല്ലാ വേണ്ടാത്തരങ്ങളും നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. പടച്ചോനെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അസ്സലാത്തു അലൻ നബി والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي سلام على الرسول الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي اللهم صل وسلم. അസ്സലാമു അലൈക്കും. മിനിയാന്ന് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ വീണിട്ടിട്ടുണ്ട്. അതവിടെ കൗണ്ടറിലുണ്ട്. നഷ്ടപ്പെട്ടവർ അവിടെ ബന്ധപ്പെടും. സുഹൃത്തുക്കളെ,
കുറച്ച് സമയവും കൂടെ ആ പറഞ്ഞ 2-3 കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. അമാനത്ത് കീപ്പ് ചെയ്യുക എന്ന് പറയാൻ എളുപ്പമുണ്ട്, അത് ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമാണ്. അള്ളാഹു എല്ലാം കൃത്യമായി പാലിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതിൻ്റെ ഇടയിൽ പലരും ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ പിന്നീട് ദുആ ചെയ്യാം. ഒരു സംശയം, ഭാര്യയും മക്കളും അറിയാതെ ഭർത്താവ് 2ാം വിവാഹം കഴിക്കുന്നത് പൊറുക്കാൻ കഴിയാത്ത തെറ്റല്ലേ ഉസ്താദേ? അതൊരു വഞ്ചനയും ചതിയുമല്ലേ? അതാ ചോദ്യം. ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് ആലോചിക്കണം. അതെ, മുന്നിലുള്ള നിങ്ങളെ പേടിക്കണോ മറിൻ്റെ അപ്പുറത്തുള്ള ഓലെ പേടിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ മറുപടി പറഞ്ഞാലും വിഷയം പറയാം. അതായത് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമാനത്ത്, ആ കരാറ് പാലിക്കേണ്ടി വരും. അതായത് ഞാനൊരു 2ാം പെണ്ണ് ഇട്ടാണെങ്കിൽ എന്നോട് പറയുമെന്ന് പറയുകയാണെങ്കിൽ, അല്ലാതെ കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം സ്വഹീഹാകണമെങ്കിൽ 1ാം ഭാര്യ അറിയണം എന്നുള്ള ഡിമാൻഡൊന്നുമില്ല. അതൊരു പൊറുക്കപ്പെടാത്ത തെറ്റാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പുരുഷന്മാരോട് പറയുന്നു, കഴിയുമെങ്കിൽ 2ാമത്തത് കെട്ടരുത്. ഇതൊരു ചെറിയ അഭ്യർത്ഥനയാണ്, കഴിയുമെങ്കിൽ. കാരണം കെട്ടിയവരൊക്കെ തരുന്ന ഉപദേശം അതാണ്. അപ്പം അതുകൊണ്ട് കഴിയുമെങ്കിൽ കെട്ടരുത്. ഇനി അങ്ങനെ കെട്ടണമെന്ന് ആവശ്യമുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചതുമാണ്. പക്ഷെ ബഹുഭാര്യത്വം വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യനെ കണ്ണീരൊഴിപ്പിക്കാൻ പറ്റില്ല, മക്കളെയും ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല. നീതി പാലിക്കുന്ന ഉറപ്പുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതൊക്കെ ഇസ്ലാം കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ഈ നിയമത്തെ പലരും ദുരുപയോഗം ചെയ്യാണ്. ഇസ്ലാം അത് കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയൂലേ, ഫവാഹിദ എന്നാ 1 മതി എന്നാവും തോന്നുന്നത്. 2, 3, 4 കെട്ടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഇത് മാത്രം വായിച്ച് നിർത്തണമല്ലോ ഇസ്ലാമിനെ വിമർശിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് നീതി പാലിക്കാൻ പറ്റൂലെങ്കിൽ ഫവാഹിദ. പക്ഷെ ഈ നീതി പാലിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു 90% ആളുകൾക്കും സാധിക്കാത്തതാണ്. എന്നാ തീരെ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വഹാബത്തിനൊക്കെ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ബഹുഭാര്യത്വം ഉള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. 50ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 50ാമത്തെ വയസ്സിൽ 50 വയസ്സായവരെ കല്യാണം കഴിച്ചു. 4 ഭാര്യമാരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു. കാരണം കൂടുതൽ മക്കൾ ഉണ്ടാവണം, റസൂലുള്ളാഹിന്റെ അടുത്തെത്തുമ്പോൾ കൂടുതൽ മക്കളുടെ വാപ്പയാവണം എന്ന് കരുതിയിട്ട്. അങ്ങനെ 10-48 മക്കളും മഹാനവറുകൾക്കുണ്ടായി. 1, 2 ഒന്നുമല്ല, കാരണം 4 എണ്ണത്തിൽ ഉണ്ടായി. അല്ലാഹു തആല ധാരാളം മക്കളെ കൊടുത്തു. അതൊക്കെ ദീനിയായ രൂപത്തിൽ പോറ്റി വളർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങളോട് പറഞ്ഞതാണ്, എപ്പോഴും നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയോട് പറഞ്ഞ് സമ്മതാക്കിയിട്ടായിരിക്കും നല്ലത്. പക്ഷേ സമ്മതല്ലാതെ കെട്ടിപ്പോയാൽ അതൊരു സബൂൽ മുബിക്കാത്താന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഒരു ദീനിന്റെ വിധി. ഇതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഉംറക്ക് നമ്മുടെ SYS മാത്രമാണ് ഞാൻ ഉംറക്ക് നേതൃത്വം നൽകി എപ്പോഴെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ പോകാറുള്ളത്. അതൊരു പണിയാക്കാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ശൈഖുന പണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകാറുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് വലിയ സന്തോഷത്തോടുകൂടെ അൽഹംദുലില്ലാ ഇതുവരെ പോയ യാത്രകളൊക്കെ അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പ് ഞാൻ ജീവിതത്തിൽ 1 തവണ ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്. സ്വകാര്യ ഗ്രൂപ്പിൽ പോയി അവിടെ എത്തോളം ഒരു കുഴപ്പമില്ല, എത്തിപ്പോരുള്ള ഒരു കുഴപ്പമില്ല, പോരുന്നതിൻ്റെ തലേന്ന് പോരാനാവുള്ള ഒരു കുഴപ്പമില്ല, പോരുന്നതിൻ്റെ തലേന്ന് ഈ ട്രാവൽസ് ഉടമ എൻ്റെ അടുത്ത് വന്നു. അയാളുണ്ട് ഉംറയിൽ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നിപ്പോൾ പിരിയല്ലേ, ഇന്നിപ്പോൾ വിദായിൻ്റെ ഒരു ദുആയും പ്രസംഗമൊക്കെ ഉണ്ടാവില്ലേ, ആ പ്രസംഗത്തിൽ ഉസ്താദ് ഉംറ ചെയ്തവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്, അടുത്ത കൊല്ലം തന്നെ പോരണം, അത് ഈ ട്രാവൽസ് തന്നെ പോരണം എന്നൊന്ന് പറയണം എന്നാണ്. ഞാൻ പറയുന്നത് ഇതാണ് ഏർപ്പാട്. അത് അയാൾക്കനുസരിച്ച് എനിക്ക് മസല പറയാൻ പറ്റും. ഉംറ വേറെ നിർബന്ധം, ഹജ്ജ് വേറെ നിർബന്ധം. ഉംറ വീടി അത് വീടി. ഹജ്ജിന് ആവതുണ്ടാകുമ്പോൾ ഹജ്ജ് ചെയ്യണം, ഉംറക്ക് ആവതുണ്ടെങ്കിൽ ഉംറ ചെയ്യണം. അത് 2 മുസ്തഖിൽ ഇബാദത്തുകളാണ്. 2ഉം ഉംറ ചെയ്താൽ ഹജ്ജ് നിർബന്ധമായി എന്നുള്ളതില്ല. അത് ട്രാവൽസുകാരുണ്ടാക്കിയ മസലയാണ്. കാരണം ആളെ കിട്ടണം, അടുത്ത ട്രിപ്പിന് ആളെ കിട്ടണം. അപ്പം അത് കുടുങ്ങിയിട്ട് വിറ്റും വലിച്ച് പിന്നെ പോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയില്ല ഉസ്താദേ, എല്ലാ ഉസ്താദന്മാരും പറയണേ നിങ്ങൾ പറയണം, നിങ്ങൾ ഓലെ കൊണ്ടുവന്നോളി, എനിക്കെന്തായാലും പറയാൻ പറ്റൂല എന്നതുപോലെ ഈ മസ്അലയുടെ നിജസ്ഥിതി ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം പുരുഷന്മാരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇത് ദുരുപയോഗം ചെയ്യരുത്. എന്നാണ് ഇപ്പം ഇത്രയും പറഞ്ഞത്, ഇത് ദുരുപയോഗം ചെയ്യരുത്. അത് പൊറുക്കപ്പെടാത്ത തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ
പക്ഷേ മാന്യതയും സംസ്കാരവും ജീവിത പങ്കാളിയോട് കാര്യങ്ങൾ പറയുക. ചോദിച്ചാൽ മതിയല്ലോ, ചോദിച്ചാൽ പോലും തരാൻ റെഡിയാ സമ്മതം. അതുകൊണ്ടല്ലേ ഈ ചോദ്യം ചോദിച്ചത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ കുടുംബത്തിലുള്ളവരുടെ രോഗം ശിഫയാകാൻ, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ബിസിനസ്സിൽ അള്ളാഹ് ബർക്കത്ത് നൽകട്ടെ. കുടുംബത്തിലെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഇന്നത്തെ കാപ്പി തന്നവർ അടുത്ത് മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ പ്രാർത്ഥിക്കാനാണ്. ഇന്നത്തത് മാത്രമല്ല, എല്ലാ ദിവസവും തന്നൂല്ലേ, എന്നും എന്നോട് പറയുകയും ചെയ്യും. ഞാനത് പ്രത്യേകം എടുത്ത് ദുആ ചെയ്യാറില്ല. അള്ളാഹു എല്ലാ ദിവസവും കാപ്പി തന്നവർക്ക്, ഈ സദസ്സിന് കൊടുത്തവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. പിന്നെ ഒരു മാസെങ്കിലും ഈ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പരിപാടി തീരുമ്പോൾ സങ്കടമുണ്ട്. 10 ദിവസം കിട്ടിയിരുന്നെങ്കിലും മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഇത് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് വന്ന എത്താ തോന്നുന്നുണ്ട്. ഭർത്താവിൻ്റെ പേരിലും ഉമ്മൻ്റെ പേരിലും ഭർത്താവിൻ്റെ ഉമ്മൻ്റെ പേരിലും ഒക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരുടെയും ഖബറുകൾ നന്നാക്കി കൊടുക്കട്ടെ. ഈ പരിപാടി 10 ദിവസം ആദ്യം അനൗൺസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ 7 ദിവസമായി എന്നതായിരിക്കാം അവർ ഒരു പക്ഷേ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നു, ഇത് മനഃപൂർവ്വമല്ല. ഈ കാര്യങ്ങളൊന്നും മനഃപൂർവ്വമല്ല. കാര്യങ്ങളൊക്കെ നടത്തുന്നത് പടച്ചോനാണ്. നമ്മൾ തീരുമാനിക്കുന്നു. ഒരു കൊല്ലം മുമ്പാണ് തീരുമാനിച്ചു വെച്ചു. ഒരു പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ വല്ലപ്പുഴയിലേക്ക് ഒരു ഡേറ്റ് കൊടുത്തപ്പോൾ അവരുടെ പരിപാടി ആദ്യം ഏറ്റതാണ്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ അതിൽ 2 ദിവസം കുറഞ്ഞുപോയി ഡയറിയിൽ എഴുതാൻ. അപ്പോൾ അവർക്ക് ആകെ 4 ദിവസമുള്ളത്, അതിൽ 2 ദിവസം കുറഞ്ഞ് 2 ദിവസമായി. നിങ്ങൾക്ക് 10 ദിവസമുണ്ട്. നിങ്ങളെ ഈ 10 ദിവസത്തിൽ പെട്ടതാണ് അവരുടെ 2 ദിവസം. അപ്പോൾ ഞാൻ കുഞ്ഞാപ്പൂനി ഇവരെയൊക്കെ കണ്ടൊന്ന് ചോദിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് ഒരു സമ്മതിക്കാതെ ഇങ്ങനെ കുടുങ്ങുമ്പോണ്ട് 2 കൂട്ടരും കൂടി ഇട്ടിട്ടൊരു ബുദ്ധിമുട്ടാക്കൽ. അതിലാണ് നമ്മൾ കുടുങ്ങിപ്പോവുക. ഇവർ വേഗം സമ്മതിച്ചു. ഞാനിപ്പോഴും ആലോചിക്കും, എഞ്ചിനീയർ പറഞ്ഞു എന്നോടാ ചോദിച്ചെങ്കിൽ ഞാൻ സമ്മതം തരൂല ഇനിയർ. പിറ്റത്തെ ആഴ്ച അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ ഇത് ചിന്തിക്കണം. നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ 2 ദിവസം അങ്ങനെയും പോയി. 1 ദിവസം ബുഹാരി സമ്മേളനത്തിൻ്റെ പേരിൽ, അത് നമ്മുടെ സമ്മേളനമാണ്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയൊക്കെ സമ്മേളനം. ഇത് മുൻകൂട്ടി നിശ്ചയിക്കുന്നതല്ല. നമ്മളൊരു കൊല്ലം മുമ്പ് നിശ്ചയിച്ചു. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ അതിനോട് സഹകരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെ മൂക്കിൻ്റെ ചുവട്ടിലല്ലേ അത് നടക്കുന്നത്. അത് നമ്മൾ വിജയിപ്പിക്കണം. എല്ലാവരും ബുഹാരിയുടെ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് കൂട്ടത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അതുമാണ് 7 ദിവസമായി ചുരുങ്ങാൻ കാരണം. എന്നാലും അൽഹംദുലില്ലാ 7 ദിവസം കിട്ടിയില്ലേ. 7 ദിവസം നമുക്കിവിടെ സംസാരിക്കാൻ കഴിഞ്ഞില്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചോൻ കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിച്ചെങ്കിലേ അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലവും 10 ദിവസം പറയണം തന്നെ അവർ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ വല്ലതും അപ്രതീക്ഷിതമായിട്ട് വരുന്നത് അത് നമ്മുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി നമ്മൾ പരിഹരിക്കും എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തുകളും കരാറുകളും കീപ്പ് ചെയ്യുന്നവരാണ്. വിശ്വസിച്ചേൽപ്പിച്ച സാധനം അത് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ശറഈന്റെ അമാനത്തുകൾ, വ്യക്തികളുമായിട്ടുള്ള അമാനത്തുകൾ ഒക്കെ അതിൽ പെടും. 5 വക്ത് നിസ്കരിക്കൽ അമാനത്ത് വീട്ടലാണ്. നോമ്പ് വെൽക്കൽ അമാനത്ത് വീട്ടലാണ്. അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. കണ്ണു കുടിക്കാതിരിക്കൽ അമാനത്ത് വീട്ടലാണ്. അതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ അടിമകളുമായിട്ടുള്ള അമാനത്തുകൾ നമ്മൾ നിർവഹിക്കണം. അവിടെയാ ഞാൻ പറഞ്ഞത്, ഒരു കട നടത്താൻ പീടിക റൂം വാടകയ്ക്ക് എടുത്തു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവനിത് ഇവന്റെ പേരിലേത് കൈവശാവകാശം തെളിയിച്ച് ഇവന്റേതാക്കി മറ്റേയാൾക്ക് പണി കൊടുത്തു. പിന്നെ കേസും കുണ്ടാമണ്ടിയായിട്ട് ഇങ്ങനെ നടക്കണം. എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? അന്യന്റെ ഹക്ക് പിടിച്ചു പറ്റിയിട്ട് അത് നാളെ പരലോകത്ത് അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടാകൂല. അന്യന്റെ ഹക്ക് പിടിച്ചു പറ്റിയിട്ട് നാളെ പരലോകത്തൊരു നേട്ടവും ഉണ്ടാകൂല. വഅഹ്ദിഹിം റാഊൻ. അതുപോലെ തന്നെ കരാറുകൾ പാലിച്ചിരിക്കണം. കരാറുകൾ പാലിക്കണം എന്ന് പറയുമ്പം പല മഹാന്മാരുടെയും ഉന്നത ഗുണങ്ങളായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അവർ കരാറുകൾ പാലിക്കുന്നവരാണെന്നതാണ്. അള്ളാഹു തആല
ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ പറ്റി സൂറത്തു മറിയമിൽ ഒരിടത്ത് പറഞ്ഞത് കാണാം. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. ഇസ്മായിൽ നബി കരാറ് പാലനത്തിൽ ഒരാൺകുട്ടിയായിരുന്നു. സത്യസന്ധമായി കരാറ് പാലിക്കുന്നയാളായിരുന്നു. അഹദ് ചെയ്തോ, വഅദ ചെയ്തോ, അത് ലംഘിക്കൂല. വഅദ ലംഘിക്കൽ മുനാഫിഖിന്റെ ലക്ഷണമാണ്. വഅദ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ മുനാഫിഖിന്റെ ലക്ഷണമാണ്. കരാർ ചെയ്താൽ പാലിക്കാതിരിക്കുക. അത് കച്ചവടത്തിലൊക്കെ വരും. നേരത്തെ പറഞ്ഞ റൂം ഒഴിഞ്ഞു കൊടുക്കുന്നതിൽ വരും. കാലോചിതമായ വാടക വർധനവ് വേണ്ടി വരുന്നു മുതലാളി എഴുതി, അല്ലേ? അത് എഴുതി, എന്നിട്ടത് ചോദിക്കുമ്പോൾ അതിനെതിരെ തിരിയാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോഴും ഈ വാടകക്കെടുത്ത ആളങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് മുതലാളി എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. മുതലാളി എഴുതിയ കരാറ് മുതലാളിക്കും അതുപോലെ തന്നെ പീടിക നടത്താൻ എടുത്ത സഹോദരനും ഉപഭോക്താവും രണ്ടാക്കും അത് ഒരിക്കലും വിഷമമായി തീരാൻ പാടില്ല. അത് രണ്ടാളും പാലിക്കണം. രണ്ടാളും അത് ലംഘിക്കാൻ പാടില്ല. കരാർ രണ്ട് ഭാഗത്തും ലംഘനം വരാം. കരാർ എഴുതിയാൽ, എഗ്രിമെന്റ് എഴുതിയാൽ രണ്ട് ഭാഗത്തും ലംഘനം വരും. ഒരു ഭാഗത്തും വരരുത്. മുഅ്മിനീങ്ങളായ ആളുകൾ കരാറുകൾ ലംഘിക്കരുത്. കരാറുകൾ ലംഘിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ അമാനത്തും അഹദും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ സ്വാദിഖുൽ വഅദായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരാളുമായിട്ട് പറഞ്ഞു വെച്ചു. എന്ത്? ഒരു സാധനം അങ്ങനെ വാങ്ങി ഒരു സ്ഥലത്തുനിന്ന് ഒരാളോട്. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പൈസ നാളെ ഇവിടുന്ന് തരട്ടോ. പക്ഷെ ആ സാധനം പിന്നെ പിറ്റേന്ന് ഇയാൾ പൈസയായിട്ട് വന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ കാത്തു നിൽക്കുക. മനുഷ്യനെ വന്നില്ല. സമയമായിട്ട് പറഞ്ഞ സമയമായിട്ടും വന്നില്ല, നിന്നു. പിറ്റേന്ന് ആ സമയമായപ്പോഴാണ് മറ്റേ ആൾക്ക് ഓർമ്മ വരുന്നത്, ഇങ്ങനെ ഇന്നലെ ഇസ്മായിൽ നബി ആയിട്ട് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു, ആ സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ച്. അപ്പൊ അവിടെ വന്നപ്പോൾ ഇസ്മായിൽ നബി ആ നൃത്തം നിൽക്കുന്നുണ്ട്. ഇന്നലെ നിൽക്കൽ തുടങ്ങിയതാണ്. അനങ്ങിയിട്ടില്ല ആ സ്ഥലത്തുനിന്ന്. എന്തേതെന്ന് ചോദിച്ചു. നിങ്ങൾ മറന്നുപോയതാണോ എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിന്നു. കാരണം നിങ്ങൾ ഇന്ന് ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ കരാറ് പാലിക്കുന്നതിലെ നിർബന്ധം. എത്ര ആളുകൾ സ്വാദിഖുൽ വഅദ്, അമാനത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു ഏൽപ്പിച്ച കുറെ അമാനത്തുകളുണ്ട്. അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ആ അമാനത്തുകളാണ് 2 കണ്ണുകൾ, 2 ചെവികൾ. ആ അമാനത്താണ് ഈ നാവ്. അള്ള തന്ന അമാനത്താണ്. എന്റെയും നിങ്ങളുടെയും എല്ലാ കൈ, കാല്, ലിംഗം, എല്ലാ അവയവവും അള്ള തന്ന അമാനത്താണ്. ഇത് ദുരുപയോഗം ചെയ്യരുത്. അത് അമാനത്തിനെ പിച്ച് ചീന്തല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം. അമാനത്ത്, നമ്മുടെ അവയവങ്ങളൊക്കെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താകുന്നു. ആ അവയവങ്ങളെ കൊണ്ട് ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്ന് അള്ള നമ്മളോട് കരാറ് ചെയ്തിട്ടുണ്ട്. അള്ള നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. എന്നിട്ട് പാടില്ലാത്തതിലേക്ക് ആ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടോ? പാടില്ലാത്തത് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടോ? പാടില്ലാത്തത് കൈകൊണ്ട് ചെയ്യുന്നുണ്ടോ? പാടില്ലാത്തതിലേക്ക് കാലുകൊണ്ട് നടക്കുന്നുണ്ടോ? എങ്കിൽ അത് അമാനത്ത് ലംഘിക്കലാണ്, കരാറ് ലംഘിക്കലാണ്, വിശ്വസിച്ചേൽപ്പിച്ച അവയവങ്ങളെ ദുരുപയോഗം ചെയ്യലാണ്. ഉണ്ടാവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുകളല്ലേ ഇതൊക്കെ. ഈ അവയവങ്ങൾ നമുക്ക് ഇല്ലെങ്കിലാണ് ഇതിന്റെ വില നമുക്കറിയാം. ഈ അവയവങ്ങളെങ്ങാനും പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ വില ശരിക്കും നമ്മൾ അറിയുമായിരുന്നു. അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറയാൻ പോകുന്ന ഈ കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ഇതിനെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു എന്തിനാ കണ്ണ് തന്നത്? അള്ളാഹു എന്തിനാണ് നമുക്ക് കണ്ണ് തന്നത്? സത്യമായത് മാത്രം നോക്കാൻ. കണ്ണ്, കാത്, അതുപോലെ തന്നെ കയ്യ്, കാല്, നാക്ക്, മൂക്ക്, ഇതൊക്കെ എന്തിനു തന്നു? നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് പറഞ്ഞെങ്കിലേ പൂർത്തിയാവുള്ളൂ. പക്ഷെ ഞാൻ സമയം ഒന്ന് നോക്കിയതാണ്, 10:35 ആയിട്ടുണ്ട്.
ഇനി എന്തായാലും ഒക്കെ കടന്നാൽ സമയം വൈകിപ്പോവും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞു. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. തലക്കലും ഒടുക്കത്തിലും നിസ്കാരം പറഞ്ഞു, തുടക്കത്തിലും ഒടുക്കത്തിലും നിസ്കാരം പറഞ്ഞു. മക്കളെ, സ്വർഗത്ത് പോകണോ? ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയാണ്, ഉപ്പമാരോട് ഉമ്മമാരോട് പറയാണ്, നിസ്കാരം ഒഴിവാക്കല്ലേ, നോമ്പ് ഒഴിവാക്കല്ലേ, സക്കാത്ത് കൊടുക്കൽ ഒഴിവാക്കല്ലേ, വ്യഭിചരിക്കരുത്, കള്ളുകുടിക്കരുത്, അമാനത്തുണ്ടായിരിക്കണം, വിശ്വസ്തതയുണ്ടായിരിക്കണം, കരാറുകൾ പാലിക്കണം. ആ കരാറ് പാലിക്കുന്നതിന്റെ അർത്ഥത്തിൽ മുഫസ്സിരീങ്ങൾ നേർച്ചയാക്കിയാൽ വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നുദൂർ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന കരാറുകളാണ്. നമ്മൾ പറയണം ഇന്ന സംഗതി ഞാൻ ചെയ്തോളാം അങ്ങനെയാണെങ്കിൽ. ഈ പെണ്ണുങ്ങൾ ഇതിന് വലിയ മിടുക്കികളാ നേർച്ചയാക്കാൻ. അത് പലപ്പോഴും പൂർത്തിയാക്കി വിട്ടൂല. അനങ്ങാ നേർച്ചയാക്കും. നല്ലോണം കരുതി നേർച്ചയാക്കിയാൽ മതി. കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നേർച്ചയാക്കിയാൽ. നേർച്ചയാക്കിയാൽ അത് വീട്ടിൽ നിർബന്ധം. നേർച്ചയാക്കിയ വീട്ടിൽ നേർച്ചക്കട ഉണ്ടോ അത് വീട്ടിൽ തന്നെ വേണം. അതുവരെ സുന്നത്തായിരുന്നു അല്ലെ? അതുവരെ സുന്നത്തായ കാര്യം സുന്നത്തായ ആരാധന നിർബന്ധാക്കലാണ് ഏത്? നേർച്ച. എല്ലാം നേർച്ചയാക്കാനും പറ്റൂല. അത് മനസ്സിലായിക്കോ. സുന്നത്തായ ആരാധന നേർച്ചയാക്കലാണ്, നിർബന്ധാക്കലാണ് നേർച്ച. അപ്പൊ സുന്നത്തല്ലാത്ത കാര്യമൊക്കെ ചിലരാണ് നേർച്ചയാക്കും. സുന്നത്തല്ലാത്ത കാര്യം, ഒരു പുണ്യകർമ്മല്ലാത്ത ഒരു കാര്യം നേർച്ചയാക്കാൻ പോകരുത്. ഹറാമായ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചിലർ നേർച്ചയാക്കി പോകാറുണ്ട്. വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഏതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധിച്ചു മുന്നേറുക. ഓരോ അവയവങ്ങളും ശ്രദ്ധിച്ചുപയോഗിക്കുക. ദുരുപയോഗം ചെയ്യരുത്. അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യുമെന്ന ബോധം വേണം. അല്ലാഹു തആല പരലോകം നന്നാക്കി തരട്ടെ. ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. അവർ സുഖലോക സ്വർഗത്തിൽ എല്ലാ സുഖവും സൗകര്യവും സന്തോഷവും കിട്ടുന്നവരാണ്, ലഭിക്കുന്നവരാണ്. സ്വർഗം എന്താണെന്ന് പറയാൻ കഴിഞ്ഞില്ല. നാളെ പറ്റുമെങ്കിൽ ഒരല്പം പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യും. ഒരു സഹോദരി 501 രൂപ. പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേറൊരാൾ 500 രൂപ. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ മറ്റൊരു അഹമ്മദ് കുഞ്ഞാപ്പക്കുട്ടി ഹാജി 500 രൂപ. മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 501 രൂപയാണ്. ഒരാൾ 500 രൂപ സംഭാവന മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അള്ളാഹുവിനെല്ലാം അറിയുകയും ചെയ്യാം. പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടണമെന്ന് മറ്റൊരാൾ പറഞ്ഞു. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്, പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പരീക്ഷയിൽ നീ ഉന്നത വിജയം ഞങ്ങളുടെ മക്കൾക്കും അവർക്കൊക്കെ നൽകണേ അല്ലാഹ്, എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാണ്. നാളെ ഈ സദസ്സിൽ അതിഥിയായി എത്തുന്നത് ഏറെ ആദരണീയരായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, സയ്യിദ് അവറുകൾ ആണ് ഇവിടെ നമ്മുടെ വേദിയിൽ ദുആ ചെയ്യാൻ വേണ്ടി എത്തുന്നത്. എളങ്കൂർ തങ്ങൾ വളരെ വിനയമുള്ളൊരു തങ്ങളാണ്. അതോടൊപ്പം തന്നെ നല്ല ഫലവുമാണ്. പ്രത്യേകിച്ച് തങ്ങളെടുത്തുനിന്ന് ഞാൻ ഓരോ തങ്ങന്മാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. തങ്ങളൊരു പ്രത്യേകത, എളങ്കൂർ തങ്ങളൊരു പ്രത്യേകത പലപ്പോഴും കണ്ടത്, കല്യാണം ഉണ്ടാകാത്ത കുട്ടികളൊക്കെ പൊതുവെ തങ്ങളെടുത്ത് എന്നിട്ട് ആ പരാതി പറഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് കല്യാണം ഉണ്ടാവാറുണ്ട്. അതൊരു അനുഭവമായിട്ട് പലരും പറയുന്നു. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയും, അത് ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കിട്ടാറുണ്ട്. കല്യാണം ഉണ്ടാകാതെയൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നവർക്ക്. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ നല്ലൊരു പ്രതീക്ഷയുള്ള സദസ്സാണ് നാളത്തെ സദസ്സ്. അതുപോലെ തന്നെ നല്ല എത്രയോ രോഗികൾ അവിടുന്ന് സുഖമായി പോകുന്നു. എളങ്കൂരിൽ എത്രയോ കാലമായി തങ്ങൾ അവിടെ ദർസ് നടത്തുന്നു. എന്നും സന്ദർശകരുടെ തിരക്കാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മളെ വേദിയിൽ ദുആ ചെയ്യാൻ വരും. സന്തോഷത്തോടെ ദുആ ചെയ്യും. കഴിഞ്ഞ കൊല്ലം തങ്ങൾ തന്നെയാണല്ലേ, കഴിഞ്ഞ കൊല്ലം തങ്ങളാണ് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ആ മുഖത്തേക്കാട് നോക്കിയാൽ തന്നെ അറിയാം നല്ല ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തണം. പിന്നെ ഈ സദസ്സിനെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പൊതുവെ ഈ വാതിൽ ഈ വിഷയങ്ങളൊന്നും പറയാറില്ല. പറയേണ്ട കാര്യമല്ല, നിങ്ങളൊക്കെ ഉത്ബുദ്ധരാണ്. ഈ ഒരു പരിപാടി ഇവിടെ നടത്താൻ ഇതിൻ്റെ ചെലവുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ സഹായിക്കും, നന്നായി സഹായിക്കുന്നറിയാം, നന്നായി സഹായിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ഇവിടെ എണ്ണിയ 8-9 ഗുണങ്ങളുണ്ട്. അല്ലാഹുവേ, ആ ഗുണങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഒത്തവരാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ ഈ ഗുണങ്ങളൊക്കെ ഒത്ത് സ്വർഗം നേടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മുമ്പിലുള്ള ധാരാളം സഹോദരന്മാര് ഞങ്ങൾ അറിയുന്നവരാണ്, കൊല്ലങ്ങളായി ഞങ്ങളുമായി ബന്ധമുള്ളവരാണ്. പടച്ചോനെ, ഈ ബന്ധങ്ങളൊക്കെ നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ അല്ലാഹ്. പടച്ചോനെ, സ്വർഗത്തിലേക്ക് എത്തുന്ന ബന്ധമാക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് എത്തുന്ന ബന്ധമാക്കണേ അല്ലാഹ്. പടച്ചവനെ, അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സിൽ വന്ന ചെറിയവരും വലിയവരും കുട്ടികളും അതുപോലെ തന്നെ പടച്ചവനെ, മുതലാളിമാര്, സാധുക്കള്, പണ്ഡിതന്മാര്, സാധാരണക്കാർ, എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഈ സദസ്സിനെ സന്തോഷത്തോടെ വീക്ഷിക്കുന്നവർ, ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നവർ, പരിസരങ്ങളിൽ നിന്ന് ആമീൻ ചൊല്ലുന്നവർ, ഈ സദസ്സിനെ സന്തോഷത്തോടെ നോക്കിയവരാരുണ്ടോ, ഞങ്ങളെ ഒരുമിച്ച് നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഒരുമിച്ച് സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും നീ തരാൻ വലിയവനാണ്, മതിയായവനാണ്, നീ വലിയവനാണ്. നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഞങ്ങൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പടച്ചോനെ, റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ. ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചോനെ, അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരിമാരും ഭാര്യമാരും മക്കളുമൊക്കെ അവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഒരിക്കലും ഒരു വിഷമവും നീ നൽകരുത് റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.